ओम शांति। बाप दादा मधुबन प्रभात मुरली 14-12-20। मीठे बच्चे, तुम अभी सच्चे सच्चे सत्संग में बैठे हो। तुम्हें सचखंड में जाने का मार्ग सत्य बाप बदला रहे हैं. ഇന്ന് ബാബു നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ സത്യമായ സത്സംഗത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് സത്യഖണ്ഡത്തിലേക്ക് പോകാനുള്ള സത്യമായ മാർഗം സത്യമായ ബാബ തന്നെ പറഞ്ഞു തരികയാണ്. നമ്മളിപ്പോൾ സത്യമായ സത്സംഗം. സത്യം എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ്? ധാരാളം സത്സംഗങ്ങൾ ഉണ്ട്, പക്ഷേ ഇത് സത്യസ്വരൂപനായ ബാബയുടെ സത്സംഗമാണ്. സത്യമായ ജ്ഞാനം കേൾപ്പിക്കുന്ന സത്സംഗമാണ്. സത്യയുഗം സ്ഥാപിക്കാനുള്ള സത്സംഗമാണ്. സത്യനാരായണ പദവിയിലേക്ക് നമ്മൾ ഉയർത്താനുള്ള സത്സംഗമാണ്. അപ്പൊ ബാബ എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോൾ സത്യമായ സത്സംഗത്തിലിരിക്കുകയാണ്. സത്യഖണ്ഡത്തിലേക്ക് പോകാനുള്ള മാർഗം സത്യമായ ബാബ തന്നെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം: इस निश्चय के आधार पर पावन बनने की ताकत स्वतः ही आती है. ഏത് നിശ്ചയത്തിന്റെ ആധാരത്തിൽ പാവനമാകാനുള്ള ശക്തി താനെ വന്നു ചേരും? ഏത് നിശ്ചയത്തിന്റെ ആധാരത്തിൽ പാവനമാകാനുള്ള ശക്തി താനെ വന്നു ചേരും? ഉത്തരം: यदि निश्चय हो कि इस मृत्युलोक में अब हमारा यह अंतिम जन्म है, इस पतित दुनिया का विनाश होना है, बाबा की श्रीमत है पावन बनो, तो पावन दुनिया के मालिक बनेंगे. इस बात के निश्चय से पावन बनने की ताकत स्वतः ही आती. അപ്പൊ ഏതെല്ലാം നിശ്ചയം നമുക്ക് വേണം? മൃത്യുലോകത്തിലെ ഇത് നമ്മുടെ അവസാന ജന്മമാണ്. മൃത്യുലോകത്തിന്റെ അവസാനമായി ഇത് നമ്മുടെ അവസാന ജന്മമാണ്. ഈ പതിത ലോകത്തിന്റെ വിനാശം നടക്കും. നമ്മുടെ അന്തിമ ജന്മമാണ്, പക്ഷെ വിനാശം നടക്കില്ല എന്ന് പറഞ്ഞാലോ? നമ്മുടെ അന്തിമ ജന്മമാണ്, നമ്മളെ ബ്രഹ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. പക്ഷെ പഴയ ലോകം അതുപോലെ തന്നെ നിൽക്കും എന്ന് വരാണെങ്കിലോ അത് നമുക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ഇവിടുന്ന് പോവുക, പഴയ ലോകം അങ്ങനെ നിൽക്കുക. അപ്പൊ ബാബ പറയുന്നു, ഇല്ല, പഴയ ലോകം അങ്ങനെ നിൽക്കില്ല. പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കും. പിന്നെയോ ഈ സമയത്ത് ബാബയുടെ ശ്രീമതമാണ്, പാവനമാകാണെങ്കിൽ പാവന ലോകത്തിന്റെ അധികാരിയാകാം. അപ്പൊ പാവന ലോകം വരുന്നുള്ളൊരു കാര്യം ഉറപ്പ്, പതിത ലോകം പോകുന്നുള്ളൊരു കാര്യം ഉറപ്പ്, അതിൽ അനേക ജന്മങ്ങളെടുത്ത് അന്തിമ ജന്മത്തിൽ നമ്മൾ എത്തിയിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പ്. ബാബ പറയണു, ഇത്രയും കാര്യങ്ങൾ നിശ്ചയമുണ്ടെങ്കിൽ പാവനമാകാനുള്ള ശക്തി നമുക്ക് വന്നു ചേരും. അപ്പൊ പാവനമാകാനുള്ളത് നിസ്സാരമായ ശക്തി ആവശ്യം വരാം. സ്ഥാപനയുടെയും വിനാശത്തിനും എത്ര ശക്തി ആവശ്യമുണ്ടോ അത്രയും ശക്തി പാവനമാകാനും ആവശ്യം. അപ്പൊ ഇതിനെ രണ്ടിന്റെയും നിശ്ചയം വന്നാൽ മാത്രമേ നമുക്ക് പാവനമാകാനുള്ള ശക്തി വരികയുള്ളൂ. ഗീതം ആഖിർ വഖ്ദിൻ ആയ ആജ്, അവസാനം ആ ദിനം വന്നു ചേർന്നു. ഓം ശാന്തി. മീട്ടെ മീട്ടെ റുഹാനി ബച്ചോനെ ഗീത് സുന. മധുരമായ ആത്മീയ കുട്ടികള് ഈ പാട്ട് കേട്ടു. യഹ് ഗീത് തുമാരെ ലിയെ ഹീരെ ജൈസാ ഹി और जिन्होंने बनाया है उनके लिए कौड़ी जैसा. ഈ പാട്ട് ബാബയുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈരതുല്യമാണ്. അവസാനം ഈശ്വരൻ വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയവർക്ക് ഇതൊരു കരിക്കട്ടയ്ക്ക് തുല്യമാണ്. കാര്യം അവർക്ക് ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ല. വഖ്തോ ജൈസെ തോത്തെ മാഫിക് ഗാത്തെ ഹി, അവര് തത്ത പാടുന്നത് പോലെ ഇങ്ങനെ പാടാണ്. അവസാനം ആ ദിനം വന്നു, ആത്മവിദ്യാലയമേ, ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടിക്കുന്നു. അർത്ഥ കുച്ച് ഭി ജാനത്തെ നഹി ഹെ, അവർക്ക് ഇതിന്റെ ഒന്നും അർത്ഥം അറിയാൻ പാടില്ല. തും അർത്ഥ സമझते हो, നമുക്ക് ഈ വരികളുടെ അർത്ഥം അറിയാം. अब वह दिन आया है जबकि कलयुग बदल सतयुग या पतित दुनिया बदल पावन दुनिया होनी है. ഇപ്പോൾ ആ ദിവസം വന്നു. അതായത് ഈ കലിയുഗം മാറി സത്യയുഗം വരികയാണ്, പതിത ലോകം മാറി പാവന ലോകം വരികയാണ്. മനുഷ്യ പുകാർത്തെ ബി ഹേ, ഹേ പതിത പാവനാവൂ. മനുഷ്യരെല്ലാവരും വിളിക്കുന്നത് എന്താണ്? ഹേ പതിത പാവന വരും. പാവൻ ദുനിയാമേ കൊയ് പുകാരെങ്കിൽ നഹി, പാവന ലോകത്താരും വിളിക്കില്ല. സംഗമത്തിലും ബാബ എന്താ പറഞ്ഞേക്കണേ? ഞാൻ വന്നു കഴിഞ്ഞു, ഇനി എന്നെ വിളിക്കേണ്ട കാര്യം, അയ്യോ ദൈവമേ എന്നും പറഞ്ഞ് നമ്മൾ വിളിക്കാൻ പാടില്ല. അപ്പൊ സത്യയുഗത്തിലും പൂജ്യരാണ്, അവരും ഇങ്ങനെ വരാൻ പറഞ്ഞൊന്നും വിളിക്കത്തില്ല. തും ഇസ് ഗീതക്കെ അർദ്ധക്കോ അച്ചി തരഹ് ജാനത്തെ ഹോ വോ ലോഗ് നഹീം ജാനത്തെ. അവസാനം ഈശ്വരൻ വന്നു, വിളിച്ച് ഈശ്വരൻ വന്നു. അപ്പോൾ ഈ വരികളുടെ അർത്ഥം നമുക്കറിയാം. ബാബ പറയുന്നു അവർക്കറിയില്ല. തും ജാനത്തെ ഹോ ഭക്തി കൾട്ട് ആധാ കൽപ്പ ചൽത്താ ഹെ. നമുക്കറിയാം ഈ ഭക്തിയിലെ പാട്ടുകളും കീർത്തനങ്ങളും ഈശ്വരന്റെ ചിന്ത ഇതൊന്ന്, ഈ പാട്ടൊക്കെ നമ്മൾ പാടണം.
അരക്കൽപ്പം നമ്മൾ പാടിക്കൊണ്ട് നടന്നതാണ്. ബാബ പറഞ്ഞു ഭക്തികളുടെ അരക്കൽപ്പം. ജബിസെ രാവൺ കാ രാജ്യ ശുരു ഹോത്താ ഹെ തബ്സെ ഭക്തി ശുരു ഹോ ജാതേ ഹെ. എപ്പോഴാണോ ഈ രാവണ രാജ്യം ആരംഭിച്ചത് അപ്പോൾ മുതൽ ഭക്തിയും ആരംഭിച്ചു. സീഡി ഉദർണി പടുത്തി ഹേ. ബാബ പറഞ്ഞു പടികൾ താഴേക്ക് താഴേക്ക് താഴേക്ക്. ഏത് രാസ് ബച്ചും കി ബുദ്ധിമേം ബൈഡാ ഹുവാ. ഈ രഹസ്യം കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിപ്പുണ്ട്. अब तुम जानते हो भारतवासी जो 16 कला संपूर्ण थे वही 14 कला बने हैं. जरूर 16 कला जो बने होंगे वही 14 कला बनेंगे ना. ഇത് കുട്ടികൾക്കറിയാം. 16 കല സമ്പൂർണമായിരുന്ന ഭാരതവാസികൾ 14 കലയിലേക്കായി. അപ്പൊ ബാബ പറയാണ് 16 കല ആയിരുന്നവരായിരിക്കണമല്ലോ 14 കലയിലേക്ക് പോയി. നഹീം തോ കോൻ ബനേംഗെ. അല്ലെങ്കിൽ പിന്നെ ആരാകാനാണ്? തും 16 കല ധേ അബ് ഫിർ ബൻ രഹേ ഹോ ഫിർ കലായി ഘടത്തി ജായേംഗെ. നമ്മൾ 16 കലാ സമ്പന്നരായിരുന്നു, ഇപ്പോൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കലകൾ കുറയും. ഈ കലകൾ കുറയുന്നു അല്ലെങ്കിൽ പടികൾ താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രഹസ്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ലോകത്ത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭാരതത്തിലും വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. വളരെ കാലത്തെ അഴുക്കിനും അടിമത്തത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പറുകളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ കണ്ടു, കാശി വിശ്വനാഥൻ ആദ്യത്തെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം അല്ലെ, വിശ്വനാഥ ക്ഷേത്രം. അപ്പൊ ഈ വിശ്വനാഥ ക്ഷേത്രം, കാശി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുണ്ട് ഹിന്ദുക്കൾക്ക്. അപ്പൊ അതെല്ലാം ക്ലീൻ ആക്കി, ക്ലീൻ ആക്കി, അതും യാതൊരു അസ്വാരസ്യമില്ലാതെ. ഏതാണ്ട് 1400 കടകൾ, അത് നമുക്കറിയാം ഭൂരിഭാഗം ഇസ്ലാം ധർമ്മത്തിൻ്റെത്, അവരെയൊക്കെ മാറ്റി അല്ലെ, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് മാറ്റി അവിടെ എല്ലാം വിശാലമായ സൗകര്യം ഒഴുക്കി അതിന് ഗംഗയിലേക്കുള്ള ഒരു വഴി നിർമ്മിച്ചു. അതൊക്കെ ഭയങ്കരമായ ഇച്ഛാശക്തി ആവശ്യമാണ്. ഇച്ഛാശക്തിയും ദൃഢതയും ആവശ്യം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടു. അവസാനം അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ഈ ഭാരതത്തെ ഉയർത്താൻ വേണ്ടി. പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ്? സ്വച്ഛത. നമ്മുടെ ജീവിതത്തിൽ സ്വച്ഛത കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ സെന്റർ, നമ്മുടെ വീട് അല്ലെ, എന്താണ് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ഇതെല്ലാം ബാബ പഠിപ്പിക്കുന്നതിന്റെ അവസാനമാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. ലോകത്ത് അതിന്റെ മാറ്റങ്ങൾ വരാം. അപ്പൊ നമ്മളും ആ സ്വച്ഛത, അതിലേക്കൊക്കെ നമ്മളും വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കും. അത് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ മുറികള് അല്ലെ, അതെല്ലാം നമ്മൾ നല്ല മനോഹരമാക്കിയിട്ട് എടുക്കാം. അപ്പൊ അതും ഒരു രാജ്യസേവനം തന്നെയാണ് അണ്ണാർക്കണെന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഒരു ഭ്രമം എന്താണ് വരുന്നത്? ചിലപ്പോ ഇതിൽ കൂടെ മാറ്റം വരും. പക്ഷെ ബാബ പറയാണ് പടികളുടെ രഹസ്യം മനസ്സിലാക്കിക്കൊള്ളണം. എന്തെല്ലാം ചെയ്താലും താഴേക്ക് താഴേക്ക് താഴേക്ക്. വളരെ ഉയർന്നിരിക്കായിരുന്നു നമ്മൾ, പിന്നെ താഴേക്ക് പോകാണ് ചെയ്തത്. ദ്വാപരത്തിലും വളരെ ഉയർന്നതായിരുന്നു, കലിയുഗത്തിലും വളരെ ഉയർന്നതായിരുന്നു. ഒരു 10-600 കൊല്ലമായിട്ട് നമ്മൾ ഇത്ര അധപ്പതിക്കാൻ തുടങ്ങി. അപ്പൊ അത് വിനാശത്തിന് മുമ്പായിട്ട് ബാബ പറയാറുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കും. ഏത് വിധത്തിലാണെങ്കിലും അത് സന്യാസികളുടെ കയ്യിലേക്ക് വന്ന് പിന്നെ ദേവതകളുടെ കയ്യിലേക്ക് വരും. അപ്പൊ പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഭ്രമം വന്നു പോകരുത് അല്ലെ. പാലനയുടെ ആൾക്കാരുടെ ആ തിളക്കം, പാലനയാണ് അവരുടെ ഭാഗം. അവർക്ക് അതിനുള്ള പവർ ഉണ്ട്. നമുക്ക് ഇപ്പൊ ആ പവർ ഇല്ല. നമ്മുടെ ബുദ്ധി ബാബ വേറെ കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ പാലിക്കാൻ അവസാനം വരെ ആളുകൾ വേണം. അവർ വളരെ പ്രഭാവശാലികളായിരിക്കും. സത്യതയുണ്ട് പഴയ കാലം അല്ലെ. അവരൊക്കെ 24 മണിക്കൂറും ജോലി ചെയ്യണം. നമുക്ക് ഇത്രയും ബാബയുടെ ജ്ഞാനം കിട്ടിയാൽ നമ്മൾ 5 മണിക്കൂർ പോലും ചെയ്യുന്നില്ല. അപ്പൊ അതെല്ലാം കണ്ട് ചിലപ്പോൾ എന്താണ് പ്രഭാവത്തിൽ, നന്മയുടെ പ്രഭാവത്തിലേക്ക് പോകരുത്. ബാബയുടെ സത്യത്തിൽ നമ്മൾ നിൽക്കണം. ആര് എന്തെല്ലാം ഷോ കാണിച്ചാലും ഈ സൃഷ്ടി താഴേക്ക് താഴേക്ക് പോയി അവസാനം കൂട്ടപ്പെടും. അപ്പൊ ബാബ പറയാണ് ഈ രഹസ്യം കുട്ടികൾക്കറിയാം. ദുനിയാക്കി ബി കല ഘടത്തി ഹെ. ലോകത്തിന്റെ കലയും താഴേക്കാണ് പോകുന്നത്. മക്കൻ ജോ പഹലെ സദോപ്രധാൻ ഹെ വഹത്തോ തമോപ്രധാൻ ജരൂർ ഹോനായി. ആദ്യം സദോപ്രധാനമായിരിക്കുന്ന കെട്ടിടം തീർച്ചയായിട്ടും തമോപ്രധാനമാകും. തും ജനത്തെ ഹോ സദോപ്രധാൻ ദുനിയ സത്യുഗോ തമോപ്രധാൻ ദുനിയ കലിയുഗോ കഹാ ജാതാ. സദോപ്രധാന ലോകത്തെ നമ്മൾ സത്യുഗം എന്ന് പറയും, തമോപ്രധാന ലോകത്തെ നമ്മൾ കലിയുഗം. പക്ഷെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നേരത്തെ പറഞ്ഞതിൽ അതിൽ യാതൊരുവിധ പൊളിറ്റിക്സ് ഇല്ല. രാഷ്ട്രീയം വേറെ, രാഷ്ട്രം വേറെ. പക്ഷെ അതിൽ തെറ്റിദ്ധാരണ, ആ ചെയ്യുന്നവരെ നമ്മൾ ആദരിക്കാതിരിക്കരുത്, അനുമോദിക്കാതിരിക്കരുത്, വിമർശിക്കാനും പാടില്ല. സാക്ഷിയായിട്ട് കണ്ടുകൊള്ളണം, അനുമോദിക്കണം അല്ലെ. ഓ ഇതുകൊണ്ടൊന്നും ലോകം നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെ. നല്ല കാര്യം ചെയ്യുന്നവരോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്താലും ലോകത്ത് നാശമേ നടക്കുള്ളൂ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലോ അത് ജ്ഞാനത്തിന്റെ തലതിരിഞ്ഞ് പോക്കാണ്. അവിടെയും വളരെ ബാലൻസിങ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കർത്തവ്യം എന്താണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കർത്തവ്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മധുബനിൽ പൊളിറ്റിക്കൽ വിങ് ഉണ്ട്. അവർ പൊളിറ്റീഷ്യൻസിനെയൊക്കെ വിളിച്ചിട്ട് അതിൽ ആത്മീയത കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കും. അവര് നിങ്ങളിതൊക്കെ നിർത്തിവെച്ചോ, ഇതൊക്കെ വിനാശം എടുക്കാൻ പോകണമെന്നൊന്നും പോയി പറയത്തില്ല.
സൂചന കൊടുക്കും, കാര്യങ്ങൾ കാര്യം അവർക്ക് ഹൃദയവേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൂചന കൊടുക്കും. പക്ഷെ ബാക്കി കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ബാബ പറയാണ് കുട്ടികളെ പുതിയത് പഴയതാകും. അതുകൊണ്ടാണ് ആരെല്ലാം പുതിയ ലോകം ആഗ്രഹിച്ചാലും പുതിയ രാജ്യം ആഗ്രഹിച്ചാലും അതൊക്കെ താഴേക്ക് പോകുന്നത്. പക്ഷെ പുതിയതുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും അതിനുള്ളൊരു ആഗ്രഹമുണ്ട്. നയി ദുനിയാമേ കിസ്കാ രാജ്യ ഥാ യഹ് ഭി കോയി കോ പതാ നഹി. പുതിയ രാജ്യത്ത് ആരായിരുന്നു രാജ്യം ഭരിച്ചത് ആർക്കും അറിയില്ല. തുംകോ ഈ സത്സംഗ സേ സബ് കുച്ച് പതാ പഠിത്താ ഹൈ. ബാബയുടെ സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. സച്ചാ സച്ചാ സത്സംഗ ഇസ് സമയ യഹ് ഹൈ ജോ ഫിർ ഭക്തി മാർഗമേ ഇൻകാ ഗായൻ ചൽത്താ ഹൈ. സത്യമായ സത്സംഗം ഇതാണ്. ഭക്തിമാർഗത്തിൽ ഇതിനെ കുറിച്ചാണ് മഹിമ. तो कहेंगे ना यह तो परंपरा से चला आया है परंतु तुम जानते हो सच्चा सच्चा सत्संग यह तुम्हारा. അവര് പറയാറുണ്ട് ഇത് പരമ്പരയായിട്ട് വന്നതാണ്. ബാബ പറയാണ് സത്സംഗങ്ങൾ പരമ്പരയായിട്ട് വന്നതല്ല. സത്യത്രേതായുഗം കഴിയുമ്പോൾ സത്സംഗങ്ങൾ ആരംഭിക്കുള്ളൂ. സത്യത്തിൽ സത്സംഗത്തിന്റെ ആവശ്യമില്ല. അസത്യത്തിന്റെ കാലത്താണ് സത്സംഗങ്ങൾ. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ സത്യമായ സത്സംഗം ഇതാണ്. ബാക്കി ജോ ബി ഹേ വഹ് സബ് ഹേ ഛൂട്ട് സംഘ്. ബാക്കി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാബ പറയാണ് അസത്യ സംഘങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പോയി പറയരുത്. നമ്മളിപ്പോ ഒരു സത്സംഗത്തിൽ ക്ലാസ് എടുക്കാൻ അവസരം നൽകി, നമ്മൾ ആദ്യമേ പറയാണ് ഇതെല്ലാം അസത്യ സത്സംഗമാണ്, ഈ ഗുരു ലോകത്തിലെ നമ്പർ 1 മണ്ടനാണ്, ഇയാൾ എന്തൊക്കെയാണ് പറയണെന്നൊക്കെ പറഞ്ഞാലും അത് രീതിയാണോ? അല്ല. പക്ഷെ നമുക്ക് ആ ലഹരി ഉണ്ടായിരിക്കണം. സത്യം ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. ബഹു വാസ്തവമേ സത്സംഗ് ആയി നഹീം. വാസ്തവത്തിൽ ബാബ പറഞ്ഞാൽ അത് സത്സംഗമൊന്നുമല്ല. ഉൻസേത്തോ ഗിർന ഹി ഹോത്താ ഹി. അതിലൂടെ എല്ലാം താഴേക്ക് പോവുകയുള്ളൂ. ഏഹ് സത്സംഗ കാ സബ്സേ ബഡാ ത്യോഹാർ ഹി. ഇതാണ് സത്സംഗം. ബാബ പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ ഉത്സവം. ഏക് സത്ത് ബാബയ്ക്ക് സത് സംഘ് ഹോത്താ. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ പരമാത്മാവുമായി സംഘം വയ്ക്കും. സത്യമായ ജ്ഞാനം വേണം. അതിലൂടെ സത്യത്തിന്റെ സ്ഥാപനം ഉണ്ടാകും. ബാക്കി ആ കൊയ് ബി സത്ത് ബോൾത്തേ ഹി നഹി ഹെ. ബാക്കി ആരും തന്നെ സത്യം പറയുന്നേ ഇല്ല. യഹ് ഹായ് ഹി ഛൂട്ട് കണ്ട്. ബാബ പറയാണ് കുട്ടികളെ ഇത് അസത്യ ഖണ്ഡമാണ്. ഛൂട്ടിയുമായ ഛൂട്ടിക്കായ പഹലെ പഹലെ ഛൂട്ട് ഈശ്വർ കെ ലിയെ കഹദേത്തെ വഹ് സർവ്യാപി. ഛൂട്ടിയുമായ ഛൂട്ടിക്കായ. ബാബ പറയണു ആദ്യം ഈശ്വരനെ കുറിച്ചാണ് അസത്യം പറയുന്നത്. ഈശ്വരൻ സർവ്വവ്യാപി. എല്ലാവരും പറഞ്ഞ എന്താണ്? എല്ലാത്തിലും കാശിയിലെ ഓരോരോ ഇഷ്ടികയും വിശ്വനാഥനാണ്. കാശിയിലെ ഓരോരോ ഇഷ്ടികയും വിശ്വനാഥന്റേതാണ്. അല്ലെ? കാശിയിലെ ഓരോരോ ഇഷ്ടികയും വിശ്വനാഥന്റേതാണ്. പക്ഷെ കാശിയിലെ ഓരോരോ ഇഷ്ടികയിലും വിശ്വനാഥൻ എന്ന് പറഞ്ഞാലും അത് സത്യമാണോ? അത് സത്യമല്ല. അപ്പൊ ബാബ പറഞ്ഞ ആരും സത്യം പറയുന്നില്ല. ഇപ്പൊ ഗാന്ധിജിയുടെ ഒരു കണ്ണാടി കണ്ടു. കണ്ണട, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, പെൻസിൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഗാന്ധിയുടെ ഓർമ്മ വരും. അപ്പൊ അത് ഗാന്ധിജിയുടെയാണ്. പക്ഷെ പെൻസിൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ, ഈ പെൻസിൽ ഗാന്ധി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പൊ ബാബ പറയാണ് അൽഫോ ബി ഛൂട്ട് ബനാ ദിയാ ഹി. ഈശ്വരനെ പോലും അസത്യമാക്കി കളഞ്ഞു. തോ തുമേം പഹലെ പഹലെ പരിചയ ദേനാ ഹി ബാബ. അതുകൊണ്ട് ആദ്യം നമ്മൾ സത്യമായ ബാബയുടെ പരിചയം എല്ലാവർക്കും കൊടുക്കണം. വഹ്തോ ഉൾട്ടാ പരിചയ ദേത്തെ ഹി. അവര് തലതിരിഞ്ഞ പരിചയമാണ് കൊടുക്കുന്നത്. ഛൂട്ട് തോ ഛൂട്ട് സച്ചിക്ക് രത്ബി നഹിയും. ബാബ പറഞ്ഞു അസത്യമേ അസത്യം, സത്യത്തിന്റെ തരി പോലും ഈ ലോകത്ത്. അതൊക്കെ സത്യമായ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ തരീക്ക, അതിന്റെ രീതി അനുസരിച്ചായിരിക്കണം. ഏഹ് ജ്ഞാനിക്ക് ബാത്തേഹെ. ഇത് ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ്. ഐസനഹി പാനിക്കോ പാനി കഹന ഛൂട്ട്. ഈ ലോകത്ത് മുഴുവൻ അസത്യമാണ്. അത് പച്ചവെള്ളത്തെ പച്ചവെള്ളം എന്നല്ല വിളിക്കുന്നത്. അപ്പൊ അത് സത്യമല്ലേ? ബാബ ആ കാര്യമല്ലേ പറഞ്ഞു. ജ്ഞാനത്തിന്റെ അജ്ഞാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് 10 രൂപ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചു തരാം. അത് സത്യമാണ്. അല്ലെ? ഞാൻ 5 രൂപ എന്ന് പറഞ്ഞാൽ അസത്യമാണ്. അപ്പൊ നമ്മൾ സത്യം പറയുന്നുണ്ടല്ലോ. ബാബ പറഞ്ഞു അതല്ല ഉദ്ദേശിക്കുന്നത്, ജ്ഞാനത്തിന്റെ കാര്യമാണ്. യഹ് ഞാൻ അവർ അജ്ഞാനിക്ക് ബാത്. ഞാൻ ഏക് ഹി ജ്ഞാന സാഗർ ബാപ്പ് ദേത്തെ ജിസ്കോ റുഹാനി ഞാൻ കഹാ ജാത്ത. ജ്ഞാനം ഒരേ ഒരു ജ്ഞാനസാഗരനാണ് നൽകുന്നത്. ഇതിനെയാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. സത്യവുമേ ഛൂട്ട് ഹോത്താനഹയും. സത്യത്തിൽ അസത്യം ഉണ്ടാവില്ല. രാവൺ ആക്കർ സച്ച് കണ്ടപ്പോ ഛൂട്ട് കണ്ട് ബനാത്തെ. രാവണൻ വന്നിട്ടാണ് സത്യഖണ്ഡത്തെ അസത്യഖണ്ഡമാക്കി. എപ്പോൾ അസത്ത് ബോധത്തിലേക്ക്, ദേഹബോധത്തിലേക്ക് വന്നു, അപ്പോഴാണ് ഈ രാവണ രാജ്യം ആരംഭിച്ചത്. ബാബ കാത്തെ മേ കൊയ് സർവ്യാപി ധോടെ ഹി ഹും. ബാബ പറയാണ് ഞാൻ ഒരിക്കലും സർവ്യാപിയല്ല. ഞാൻ എന്ന് ഗീതയിൽ പല പ്രാവശ്യം പറയുന്നു. ഞാനെന്ന് സർവ്വവ്യാപിക്ക് എങ്ങനെ പറയാൻ പറ്റും? സർവ്വവ്യാപിയ ഒരു തത്വത്തിന് ഇറങ്ങി വരാൻ പറ്റും. ഞാനെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ബാബയുടെ ഞാനെന്ന് പറയുന്നത് ഞാൻ സർവ്വവ്യാപി അല്ല. സച്ചിത്വം മേഹി ബദാത്താഹും. സത്യം ഞാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സത്യപ്രത്യക്ഷവാദം കണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത വിഷയം, അത് നമ്മൾ എല്ലാ വിഷയങ്ങളും എടുക്കുന്നില്ല. ബാബ എപ്പോഴും പറയാറുണ്ട് ഈ ശങ്കരാചാര്യ പക്ഷം, അതിന് ശങ്കരാചാര്യ പക്ഷവും ഇത് ശിവാചാര്യ പക്ഷവുമാണ്. അപ്പൊ അത് അദ്വൈതമാണ്. അത് കുറെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ശാസ്ത്രവും ഉണ്ടായിരുന്നു അകത്ത്. പിന്നെ ഗീതയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ.
അപ്പൊ ഇപ്പൊ നമ്മളൊരു മുഖവര പോലെ ഇട്ടിരിക്കുന്നത്. കാരണം ഇഷ്ടമല്ലാത്ത ഒരു ബ്രഹ്മകുമാരിക്ക് സന്യാസിക്ക് അത് കൊള്ളാം എന്നൊരു തോന്നൽ വരുത്തി. അയാൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതായത് നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ടീമുകളാണ്. അപ്പൊ ആ ഒരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് പല സ്ഥലത്തും. കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആധ്യാത്മികമായ കുറെ കാര്യങ്ങൾ അറിവുള്ളവരാണ്. അപ്പൊ അടുത്ത് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബാബ ചെയ്യിപ്പിക്കുന്നു, പരിധിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വിഷയമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ പരബ്രഹ്മം എന്താണ്, പരമാത്മാവ് എന്താണ്. അപ്പൊ അതും സ്വാമി ലാസ്റ്റ് ഒന്ന് സമ്മതിക്കും. പിന്നെ ഏറ്റവും തർക്ക വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മാവിനെ കുറിച്ചുള്ളതാണ്. അതാണ് പിന്നെ സെന്ററിൽ വരാമെന്നാണ് പറയുന്നത്. നമ്മൾ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോ സെന്ററിൽ അദ്ദേഹം വരുന്നതായിട്ട് അത് എടുത്തിട്ടില്ല, അത് എഴുതിയിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ ഗീതയെ കുറിച്ചുള്ള ചില വിഷയം നമ്മുടെ പ്രദീപായി കേൾക്കുന്നുണ്ടാവും. യുദ്ധത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, ഗീതയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ 5000 വർഷത്തിന്റെ ചില കാര്യങ്ങൾ, അങ്ങനെ ഒരു 2 റൗണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതേ സെയിം സ്റ്റൈലിൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ ആൾക്കാർക്ക് അതിൽ താല്പര്യം പോകും. അപ്പൊ ഈ വിഷയം നമ്മൾ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്, മാക്സിമം 5 എണ്ണം. അപ്പൊ ബാബ പറയാണ്, ഞാൻ സർവ്വവ്യാപിയൊന്നുമല്ല, ഞാൻ പറയുന്നത് സത്യത്വം മേ ഹി ബദാത്ത, സത്യം ഞാനേ പറയുന്നുള്ളൂ. മെയിം ആക്കർ സത്മാർഗ് അർത്ഥാത് സച്ച് കണ്ടമേൻ ജാനേക്കാ മാർഗ് ബദാത്ത, ഞാൻ വന്ന് സത്യമായ മാർഗം, അതായത് സത്യഖണ്ഡത്തിലേക്ക് പോകാനുള്ള മാർഗം പറഞ്ഞു. ഇതൊക്കെ നമ്മള് ഹൃദയത്തിൽ അങ്ങ് ഏറ്റിക്കൊള്ളണം. അതായത് ഇത് മാത്രമേ സത്യമുള്ളൂ. പരമമായ സത്യം ഈശ്വരനെ കുറിച്ച് പറയുന്നത് മുഴുവൻ അസത്യമാണ്. ബാബ മാത്രമാണ് ആ സത്യം പറയുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞു, നിങ്ങൾ സത്യമായിട്ട് ഈ കാര്യങ്ങൾ ധീരമായിട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കുക, അതിൽ പേടിക്കേണ്ട കാര്യമില്ല, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. മെയിം തോ ഊഞ്ചത്തെ ഊഞ്ച് തുമാരാ ബാബു, ഞാൻ ആരാണ്? ഞാൻ സർവ്വവ്യാപിയല്ല, ഞാൻ തൂണിലും തുരുമ്പിലും ഒന്നുമില്ല, ഞാൻ ഉയർന്നതിലും ഉയർന്ന നിങ്ങളുടെ അച്ഛനാണ്. ആതാഹീഹും തുംകോ വർഷാദേനെ, ബാബ വരുന്നത് നമുക്ക് സമ്പത്ത് നൽകാൻ വേണ്ടിയാണ്. തും ബച്ചും കെലിയെ മേം സൗഗാദിലെ ആത്താഹും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മേരാ നാം ഹി ഹേ ഹെവൻലി ഗോഡ് ഫാദർ, എന്റെ പേര് ഹെവൻലി ഗോഡ് ഫാദർ എന്നാണ്. ഹെവൻ ഹത്തേലി പർ ലേ ആത്തെ ഹെ, ഞാൻ സ്വർഗം കൈവെള്ളയിൽ കൊണ്ടുവരാണ്. സ്വർഗമേ ഹോത്തേ ഹെ സ്വർഗവാസി ദേവതാവും കി ബാദശാഹി, സ്വർഗത്തിലെ സ്വർഗവാസികളായ ദേവതകളുടെ രാജ്യമാണ്. അഭി തുംകോ സ്വർഗവാസി ബനാ രഹാ ഹെ, ഇപ്പോൾ നമ്മൾ ആ സത്യയുഗത്തിൽ പോകാൻ, അല്ലെ സ്വർഗവാസികളാകാൻ നമ്മളെ യോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. सच्चा तो एक ही बाप है, इसलिए बाबा कहते हियर नो इविल सी नो इविल, यह सब मरे पड़े. സത്യം ഒരേ ഒരു ബാബയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ ഇനി കേൾക്കരുത്, തെറ്റായ കാര്യങ്ങൾ ഇനി നമ്മൾ കാണാൻ പാടില്ല. അവരെല്ലാം മരിച്ചു കിടക്കാണ്. ഭീഷ്മരും ദ്രോണരും മരിച്ചു. ഇത് ഗുരുക്കന്മാരെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തെറ്റിദ്ധാരണ വരും. അപ്പൊ ആൾക്കാർ ഹൈലി സെൻസിറ്റീവ് ആണ്, ആർക്ക് വേണമെങ്കിലും എതിർപ്പും പ്രശ്നമൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഭീഷ്മദ്രോണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ബുദ്ധിയുള്ളത് മനസ്സിലാവിച്ചു. അപ്പൊ ബാബ പറയാണ്, ഞാൻ സത്യം പറയുമ്പോൾ ഈ അസത്യപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകും, ഞാൻ പറയുന്നത് കേൾക്കണം. ഖബ്രിസ്ഥാൻ ഹേ ഇൻകോ ദേഖത്തെ ബി നഹീന്റെ, ഇത് ഉയർന്ന ലക്ഷ്യമാണ്, ഇതൊരു ചുടലയാണ്, അല്ലെ? ബ്രഹ്മബാബയുടെ ഇതാ തരുന്നത്, ഇത് ചുടലയാണ്, ഇതിനെ നോക്ക് പോലും ചെയ്യരുത്. വർഷം എത്ര കിടപ്പുണ്ടായിരുന്നു? 100 വർഷം അപ്പൊ കിടപ്പുണ്ടായിരുന്നു, നമുക്കിനി കുറച്ച് വർഷമുള്ളൂ. എന്നാലും നമ്മൾ ചുടലയിൽ തന്നെ കിടക്കുന്നത്, ചുടലയെ നോക്കിക്കൊണ്ടിരിക്കുക. ബാബ പറയാണ്, ഇതിനെ നോക്കാൻ പോലും പാടില്ല ഈ ചുടലവാസികളെ. തുംകോ ലായക്ക് ബനനാഹിയ നൈ ദുനിയാക്കേലി, നമുക്ക് പുതിയ ലോകത്തിലേക്ക് പോകാൻ യോഗ്യരാകാണ് വേണ്ടത്. ഈ സമയം സബ് പതിത് ഹേ, ഈ സമയത്ത് എല്ലാം പതിതമാണ്. ഗോയാ സ്വർഗക്കെ ലായക്ക് നഹി ഹേ, അതായത് സ്വർഗത്തിന് യോഗ്യരല്ല. ബാബ കഹത്തെ ഹേ തുംകോ രാവണനെ ന ലായക്ക് ബനായി, ബാബ പറയാണ്, കുട്ടികളെ രാവണൻ നിങ്ങൾ അയോഗ്യരാക്കി മാറ്റി. ആധാ കൽപ്പക്കെലിയെ ഫിർ ബാപ്പ് ആക്കർ ലായക്ക് ബനാത്തെ, ബാബ വന്നിട്ട് നമ്മളെ അരകൽപ്പത്തേക്ക് യോഗ്യരാക്കുകയാണ്. തോ ഉൻകി ശ്രീമത്ത് പർ ചലനാ പടേ, ഫിർ ജവാബ്ദാരി സാരി ഉൻ പറ, അതുകൊണ്ട് നമ്മൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണം. ബാബ പറയുന്നു, എന്റെ ശ്രീമത്തനുസരിച്ച് നടന്നാൽ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ബാബാനെ സാരി ദുനിയാക്കോ പാവൻ ബനാനേക്ക് ജവാബ്ദാരി ഉടായി, ഈ ലോകത്തെ മുഴുവൻ പവിത്രമാക്കാനുള്ള ഉത്തരവാദിത്വം ബാബ എടുത്തിരിക്കുകയാണ്. വഹ് ജോ മത് ദേങ്കെ വഹ് കൽപ്പ് പഹലെ വാലി ഹി ദേങ്കെ, ഇസ്മേ മൂഞ്ചന നഹീൻ ചാഹി, ബാബ എന്തുപദേശമാണ് നൽകുന്നത് അത് കൽപ്പത്തിന് മുമ്പ് നൽകിയിട്ട്. അതുകൊണ്ട് ബാബ പറഞ്ഞു, ഒരു ചിന്താകുഴപ്പത്തിന്റെ ആവശ്യമില്ല, ഇത് കൽപ്പകൽപ്പങ്ങളിൽ ബാബ സത്യവും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൽപ്പത്തിലും ബാബ പറയുന്നത് പല കൽപ്പത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആകരുത്. ജോ പാസ്റ്റ് ഹുവ കഹേങ്കെ ഡ്രാമ അനുസാർ ഹുവ, കഴിഞ്ഞു പോയതെല്ലാം ഡ്രാമ അനുസരിച്ചാണ്. ബാധിഹി കലാസ്, ആ കാര്യം കഴിഞ്ഞു. ശ്രീമത്ത് കാത്തിഹെ യഹ് കരോ തോ കർണാ ചാഹി, ഇത് ചെയ്യൂ എന്ന് ശ്രീമത്ത് പറയുമ്പോൾ അത് ചെയ്യണം. വഹ് ജവാബ്ദാർ ഗുദ്ഹെ ക്യോങ്കി വഹി കർമ്മം കാ ദണ്ഡ് ദിലാത്തെ ഹെ തോ എനിക്ക് ബാത് കോ മാനനാ ചാഹി, അതിനുള്ള ഉത്തരവാദി സ്വയം ഈശ്വരൻ തന്നെയാണ്.
ബാബ പറയണു ഈ ശിക്ഷ കൊടുക്കുന്നത് ഈശ്വരനാണല്ലോ. ആ ഈശ്വരൻ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്താൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താ? कहते हैं मीठे बच्चे गृहस्थ व्यवहार में रहते यह अंतिम जन्म पवित्र. ബാബ എന്താ പറയുന്നത്? കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് അന്തിമ ജന്മം പവിത്രമായി ജീവിക്കണം. അവിടെയാണ് ചിന്താകുഴപ്പങ്ങൾ വരും. അപ്പോഴാണ് ബാബ പറയുന്നത് അതിന് ഉത്തരവാദിത്വം എനിക്കുണ്ട്, ധൈര്യമായിട്ടിരിക്കും. ഈ മൃത്യുലോകമേം യഹ് ഹമാര അന്തിം ജന്മ. ഈ മൃത്യുലോകത്തിലെ ഇത് നമ്മുടെ അവസാന ജന്മമാണ്. യഹ് ബാത്ത് ജബ് സമച്ചയം തബ് ഹി പാവൻ ബൻ സക്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഈ പവിത്രത എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഗൃഹസ്ഥത്തിൽ പവിത്രമായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. ഈ മൊത്തം പതിത ലോകമാണ്. പക്ഷെ പതിത ലോകത്തിന്റെ വിനാശമായി പതിത പാവനനാണ് വന്നിരിക്കുന്നത്. പാവന ലോകത്തിന്റെ സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. അത്രയും നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ പാവനമാകാൻ പറ്റൂ. ബാപ്പ് ആതേഹി തബ്ഹെ ജബ് പതിത ദുനിയാക്ക വിനാശം. എപ്പോഴാണ് ഈശ്വരൻ ഭൂമിയിൽ വരുന്നത്? ബാബ പറയുന്നു പതിത ലോകത്തിന്റെ വിനാശ സമയത്ത്. പഹലെ സ്ഥാപന ഫിർ വിനാശ് അക്ഷർ ബി അർത്ഥസഹിത ലിഖനാപടെ. ആദ്യം സ്ഥാപന പിന്നെ വിനാശ്, ഇങ്ങനെ നമ്മൾ അർത്ഥസഹിതം എഴുതും. സ്ഥാപന പാലന വിനാശം എന്ന് പൊതുവെ എഴുതുള്ളൂ. അവർ അങ്ങനെയല്ല, ആദ്യം സ്ഥാപന നടത്തും പിന്നെ വിനാശം നടത്തും എന്നിട്ടാണ് പാലന ആരംഭിക്കുന്നത്. ഐസനഹിം സ്ഥാപന പാലന വിനാശ്. അഭി തും ബച്ചേ ജാനത്തെ ഹോ ഹം പഠിക്കർക്കെ ഊഞ്ചു പതുപ്പായി. ഇപ്പോൾ കുട്ടികളായി നമുക്കറിയാം നമ്മൾ പഠിച്ച് ഉയർന്ന പദവി നേടും. ഏത് ബുദ്ധിമേ ഹട്ടി രഹന ചാഹി. ഇത് നമ്മുടെ ബുദ്ധി നന്നായിട്ട് ഉറയ്ക്കണം. അതായത് എളുപ്പ വഴിയൊന്നുമില്ല ഇതിനകത്ത്, അല്ലെ? എളുപ്പ വഴിയും സോപ്പിട്ടൊന്നും കടന്നു പോകാൻ പറ്റില്ല. ധർമ്മരാജനാണ് നിൽക്കുന്നത്. അവർ പഠിച്ച് പരിവർത്തനപ്പെട്ട് മുന്നോട്ട് പോവുക. കൈ ബച്ചേ ഹെ ജോ ബൽ സമച്ചാത്തെ അച്ചാ ഹി പരന്തു ഹട്ടി വഹ് സുഖ് കിസ്കോ ഹൈനെ. ചില കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ആ അടിയുറച്ച സുഖമൊന്നും ആയിട്ടില്ല. തോത്തെ മിസിൽ യാദ് കർത്തേ ഹിന. ബാബ പറഞ്ഞു, ഈ തത്ത പറയുന്നത് പോലെ പറയാണ്, തുമാരി ബുദ്ധി മേമ്പി ഹട്ടി ധാരണ ഹോയിച്ചാൽ. നമ്മുടെ ബുദ്ധിയില് നല്ല ധാരണ, ഈ ജ്ഞാനത്തിന്റെ ആഴങ്ങൾ നമ്മൾ നന്നായിട്ട് ധാരണ ചെയ്യണം. तुम जानते हो यह जो भी शास्त्र है भक्ति मार्ग के है इसलिए समझाया जाता है अब जड्ज करो सत्य क्या. നമുക്കറിയാം ഇതുവരെ നമ്മൾ പഠിച്ച ലോകത്തുള്ള ശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തില് ഭക്തി കൊണ്ടുപോകാനുള്ള ശാസ്ത്രങ്ങളാണ്. അത് ദ്വാപരത്തിൽ നമ്മൾ എവിടെ എത്തിച്ചു? കലിയുഗത്തിന്റെ അവസാനം എത്തിച്ചു. അപ്പൊ വന്നത് വായിക്കാതെ. അപ്പൊ ബാബയൊക്കെയാണ് ഇത് പഠിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഉയരും ഇല്ല. അപ്പൊ ബാബ പറയുന്നു ഞാൻ പറയുന്നതാണ് ശരി, അവര് പറയുന്നതാണ് ശരി എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കും. സത്യനാരായൺ की कथा तुमको एक बारी बाबा ही सुनाते हैं बाबा कभी झूठ बोल न सके. സത്യനാരായണ കഥ ബാബ ഒരിക്കൽ പറഞ്ഞത്. ബാബ ഒരിക്കലും നുണ പറയില്ല. ബാബ ഹി സച്ച് കി സ്ഥാപന കർത്തേ ഹെ. ബാബ തന്നെയാണ് സത്യകണ്ഠ സ്ഥാപന ചെയ്യുന്നത്. സച്ചി കഥ സുനാത്തേ ഹെ ഇസ്മേ ഛൂട്ട് ഹോ ന സകെ. സത്യമായ കഥയാണ് ബാബ കേൾപ്പിക്കുന്നത്. ബാബ കേൾപ്പിക്കുന്നതിൽ യാതൊരു അസത്യവുമില്ല. ബച്ചും കോ യഹ് നിശ്ചയ ഹോന ചാഹിയെ കി ഹം കിസ്കെ സാത്ത് ബൈഠേ. കുട്ടികൾക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ആരുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്, ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഇത് നല്ല ധാരണ ഉണ്ടാകണം. ബാപ്പ് ഹംകോ അപ്പനെ സാത്ത് യോഗ ലഗാന സിഖലാത്തെ. ബാബ നമ്മളെ ബാബയുടെ കൂടെ യോഗം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. സച്ചി അമർകഥ അഥവാ സത്യനാരായൺ കി കഥ സുനാ രഹാ ഹെ ജിസ്സെ ഹം നർ സെ നാരായൺ ബൻ രഹേ ഹെ. സത്യമായ അമരകഥ അഥവാ സത്യനാരായണ കഥ ബാബ കേൾപ്പിക്കുകയാണ്. അതിലൂടെ നമ്മൾ നരനിൽ നിന്നും നാരായണനായി മാറും. ജിസ്കാ ഫിർ ഭക്തിമാർഗമേ ഗായൻ ചൽത്താ. ഇതാണ് ഭക്തിമാർഗത്തിൽ പിന്നീട് സത്യനാരായണ കഥയായി പുരാണങ്ങളായി ഇതൊക്കെ മാറിയത്. ഏത് ബുദ്ധിമേ രഹന ചാഹി. എന്താണോ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിന് സത്യമായ കാര്യം ഇപ്പൊ നടക്കാണ്. ഇസ്കോ കൊയ് മനുഷ്യനഹിം ഹംകോ കൊയ് മനുഷ്യനഹിം പെടാത്ത. നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല, ബ്രഹ്മബാബയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, ശിവബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹം ആത്മാവംകോ റുഹാനി ബാബ പഠാത്തെ ഹെ. ആത്മാക്കളായി നമ്മളെ ആത്മീയ അച്ഛനെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മബാബയോ വേറെ ആരെയും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവബാബ ജോ ഹം ആത്മാവം കാ ബാബ ഹെ വഹ് ഹംകോ പഠാത്തെ ഹെ. നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ ശിവബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയാന്നത്തെ വരദാനത്തിൽ എന്തായിരുന്നു? മൂന്നാം നേത്രം അടയാതിരിക്കണമെങ്കിൽ ബാബ പറഞ്ഞു ആത്മ പരമാത്മ, അല്ല അതിൽ വേറെ ആരും വരാൻ പാടില്ല. ബ്രഹ്മാവും പാടില്ല, മമ്മയും പാടില്ല, ആരും വരാൻ പാടില്ല. ശിവബാബയ്ക്ക് സമ്മുഖ അബ്ഹം ബൈരഹി. നമ്മൾ ഇപ്പോൾ ശിവബാബയുടെ സമ്മൂഖത്തിലാണ് ഇരിക്കുന്നത്. മധുബൻമേം ആത്തേഹി തോ നശാ ചടുത്താഹി. മധുബനിൽ വരുമ്പോൾ ലഹരി കയറും. യഹം തുമക്കോ റിഫ്രഷ്മെന്റ് മിൽത്തി ഹി तुम रियलाइज करते हो तो यह हम थोड़ा समय भी आने से रिफ्रेश हो जाते हैं. അവിടെ നമുക്ക് നല്ല ലഹരി വരും, നമ്മൾ റിഫ്രഷ് ആകും. ബാബ പറഞ്ഞു നമുക്ക് നല്ല റിയലൈസേഷൻ വരും. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മധുബനിൽ ചെല്ലുമ്പോൾ റിഫ്രഷ് ആകും. ബാഹർ മെന്തോ ഗോരഖ് ദന്ത ആദിരഹത്ത. നമ്മൾ ബാഹ്യ ലോകത്താണെങ്കിലോ ധാരാളം പണികളാണ്, ജീവിക്കണ്ടേ, വീട്ടിൽ പണികളുണ്ട്, പിന്നെ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെടണം. അപ്പൊ വെളിയിൽ ലോകത്ത് ധാരാളം ബുദ്ധിമുട്ടുകളാണ്. ബാബ കഥേ ഹേ ആത്മായെ ബാപ് ആത്മാവം സെ ബാത്ത് കർത്തേ. ബാബ പറയാണ് ഹേ ആത്മാക്കളെ. ബാബ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഇതാണ് നമുക്ക് ബോധ്യം വരേണ്ട കാര്യം. ആത്മബന്ധം വന്ന ആത്മബോധം വന്നാലേ പരമാത്മബോധവും ബന്ധമൊക്കെ വരും.
അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് കലർന്നിരിക്കും. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ബാബ ബിഹി നിരാകാർ ഉൻകോയി ജാനത്തെ. ബാബ നിരാകാരനാണ്, ബാബ ആരും അറിയുന്നില്ല. ന ബ്രഹ്മ വിഷ്ണു ശങ്കർക്കോ ജാനത്തെ. ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരെയും അറിയുന്നില്ല. ചിത്രത്തോ സബ്കെ പാസ് എല്ലായിടത്തും ചിത്രങ്ങളുണ്ട്. कागज का चित्र देख कोई तो फाड़ देते, कोई तो फिर देखो कितना दूर दूर जाकर कितनी पूजा आदि करते. ചിലര് ദേവതകളുടെ ചിത്രം കണ്ടാൽ, കടലാസ് കണ്ടാൽ അവർ വലിച്ചെറി കളയും. ചിലരാണെങ്കിൽ ബാബർ നോക്കൂ എത്ര ദൂരെയാണ് ഇവർ പോകുന്നത്, പ്രാർത്ഥിക്കാനും പൂജ നടത്താനൊക്കെ പോകുന്നത്. ചിത്രത്തോ ഘർമേം ബി രഖേന, വിഗ്രഹം വീട്ടിലിരിപ്പില്ലേ. फिर इतना दूर जाकर भड़कने से क्या फायदा. പിന്നെ ഇത്ര ദൂരം പോയി അലിഞ്ഞോണ്ട് എന്താ നേട്ടം. अभी तुम बच्चों को यह ज्ञान मिला है इसलिए वह फालतू लगता. ബാബ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടിയപ്പോഴാണ് ഇതിന്റെയൊക്കെ വ്യർത്ഥത നമുക്ക് മനസ്സിലാവുന്നത്. കൃഷ്ണ തോ യഹാംബി ഗോര യാ സാമര പത്രക്ക ബനാ സക്താ ഹി. ശ്രീകൃഷ്ണ ബാബ പറഞ്ഞു വെളുപ്പിച്ചുകൊണ്ടുണ്ടാക്കാൻ പറ്റും, കറുപ്പിച്ചുകൊണ്ടാക്കാൻ പറ്റും, കല്ലിന്റെയാണ് രണ്ടും. फिर जगन्नाथपुरी में क्यों जाते हैं. ബാബ പറഞ്ഞു പിന്നെന്തിനെ ജഗന്നാഥപുരിയിലേക്ക് തന്നെ പോകേണ്ട കാര്യം. इन बातों को भी तुम जानते हो तो कृष्णा को श्याम सुंदर क्यों कहते. ശ്രീകൃഷ്ണനാണ് ശ്യാമസുന്ദര എന്ന് വിളിക്കുന്നത്. അതെന്താണ് ശ്രീകൃഷ്ണൻ ശ്യാമസുന്ദര എന്ന് വിളിക്കുന്നത്? അതിന്റെ കാര്യം നമുക്കറിയാം. ആത്മാ തമോപ്രധാൻ ഹോനേസെ കാളി ബൻ ജാതി അല്ലെ. സ്ത്രീയെ വിളിക്കുന്നത് എന്താണ്, ദേവിയെ വിളിക്കുന്നത് എന്താണ്, ഗൗരി. ഗൗരിയെ പിന്നീട് കാളി, കൃഷ്ണനെ കാളിയും കൊത്തി അല്ലെ, ശ്യാമനാക്കി കളഞ്ഞു. അപ്പൊ എല്ലാ വെളുത്തവരെ ഇത് കറുത്തവരാക്കി വെച്ചു. അപ്പൊ ബാബ പറയുന്നത് അതിന്റെ രഹസ്യം എന്താണ്, സത്യത്തിൽ വെളുത്തിരുന്ന ആത്മാവ് കലിയുഗത്തില് കറുത്തു. അപ്പൊ ഈ കറുത്തവരെ വെളുത്തതാക്കുന്ന ആളുടെ പേരെന്താണ്, കറുത്തു പോയവന്റെ പേര് ശ്യാമസുന്ദർ, പിന്നെ കറുപ്പിന്ന് വെളുപ്പാക്കണം. ഈ കറുത്തവരെ വെളുപ്പിക്കുന്ന ആളുടെ പേരെന്താ, ലൈലകൃഷ്ണൻ. വെളുത്തിരുന്ന് കറുത്തുപോയി പിന്നെ കറുത്തിട്ട് വെളുത്താവും, അപ്പൊ ശ്യാമസുന്ദർ. അപ്പൊ ബാബ പറഞ്ഞു അത് പുത്രൻ. അച്ഛന്റെ പേരെന്താ, ഈ കറുത്തവരെല്ലാം വെളുപ്പിക്കുന്നുണ്ട്, വേടന്മാരെല്ലാം വേദന്മാരാക്കി മാറ്റുന്നുണ്ട്. പതിത പാവനൻ, അച്ഛൻ പതിത പാവനൻ, പുത്രൻ ശ്യാമസുന്ദരൻ. ആത്മാ തമോപ്രധാൻ ഹോനസെ കാളി ബൻജാൻ. ബാബ പറയുന്ന എന്തിനെ കറുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്, അത് ആത്മാവിന്റെ കാര്യമാണ്. തമോപ്രധാനമായി കറുത്തുപോയി. ആത്മാ പവിത്ര ഹോനസെ സുന്ദർ ബൻജാൻ. പിന്നെ ആത്മാവ് പവിത്രമാകുമ്പോൾ സുന്ദരമാകും. യഹി ഭാരത് ഗോൾഡൻ ഏജ് ധാ പാഞ്ച് തത്വം കി ബി നാച്ചുറൽ ബ്യൂട്ടി രഹത്തെ. ഈ ഭാരതം ബാബ പറയാണ് ഇത് ഗോൾഡൻ ഏജിലായിരുന്നു. പഞ്ചതത്വങ്ങളുടെയും ആ പ്രകൃതി സൗന്ദര്യം എവിടെ ഉണ്ടായിരുന്നു. ശരീർ ബി ഐസെ സുന്ദർ ബന്ധത്തെ, ശരീരവും വളരെ സൗന്ദര്യമുള്ളതായിരുന്നു. അഭി തത്വ തമോപ്രധാൻ ഹോനെ കെ കാരണം ശരീർ ബി ഐസെ സാമരെ കൊയ് ഡേഡ കൊയ് ലൂല ലങ്കട ആദി ബന്ധത്തെ രഹത്തെ ഇൻകോ കഹാ ജാതാ ഹെ നരക്. ഇപ്പോൾ തത്വങ്ങളും തമോപ്രധാനമായി, കർമ്മത്തിന്റെ കണക്കുകളും. അതുകൊണ്ട് ബാബ പറയാണ് ചിലര് അന്ധൻ ബദിരൻ മൂകൻ മുടന്തൻ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കലിയുഗം എന്ന് പറയുന്നത്. സത്യത്തിലുണ്ടാവും മുടന്തന്മാരൊക്കെ, അന്ധന്മാര് മുടന്തന്മാര് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയുള്ള ലോകത്ത് എന്ത് പറയും, ബാബ പറയണു ഇത് നരകമാണ്. ഏതോ മായാക്ക പാമ്പ്. പക്ഷെ ഈ ലോകത്ത് ഭയങ്കര ആകർഷണമാണല്ലോ, അത് മായയുടെ ആകർഷണമാണ്. വിലായത്തമേം ബത്യാം ഐസിഹെ ജോ രോഷിനി ഹോത്തി ബത്യാനഹി ദിഖായിപ്പെടുത്തി. വിദേശത്തൊക്കെ ചില ലൈറ്റുകളുണ്ട്. ബാബ പറഞ്ഞു ബൾബൊന്നും കാണാൻ പറ്റില്ല, പ്രകാശം മാത്രമേ കാണാൻ പറ്റൂ. വഹാംബി ഐസി രോഷിനി ഹോത്തി. സത്യത്തിലും ബാബ പറയണു അങ്ങനെയൊക്കെയുള്ള ലൈറ്റുകളായിരിക്കും. വിമാൻ ആദ്യത്തോ വഹാംബി ഹോത്തെ. ബാബ പറഞ്ഞു അവിടെ വിമാനം ഉണ്ടാവും. ഈ സയൻസ് ഇരിക്കുന്നത് എവിടെയാ, ഈ സയൻസ് ഇരിക്കുന്നത് എവിടെ, സയൻസ് ഇരിക്കുന്നത് എവിടെ? ആളുകൾ പറയും സയൻസ്, ഭൗതികത, ആത്മീയത. ഈ സയൻസ് ഇരിക്കുന്നത് എവിടെ, എവിടെയിരിക്കും? സയൻസ് ഇരിക്കുന്നത് ആത്മാവില്. ആത്മാവിൽ അറിവായിട്ടിരിക്കുന്നതല്ലേ സയൻസ് അല്ലെ. ആത്മാവിൽ അറിവായിരിക്കുന്നതല്ലേ സയൻസ്. ഈ ആത്മാവിനുണ്ടാക്കിയത് ആരാണ്, സയന്റിസ്റ്റ് ആണോ? ഈ ആത്മാവിൽ അറിവുണ്ടാക്കിയത് ആരാണ്, സയന്റിസ്റ്റ് ആണ്? അല്ലല്ലോ, അത് പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ ഈ ആൾക്കാർ വിചാരം എന്തോ ഇത് ഭയങ്കര നിങ്ങൾ വെറും ആത്മീയക്കാര്, സയൻസ് ആണ്. അപ്പൊ ബാബ പറഞ്ഞു സയൻസും സ്പിരിച്വാലിറ്റിയും ഒന്നിന്റെ തന്നെ ഭാഗം. അത് എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ആൾക്കാർക്ക് ഇടയ്ക്ക് വെച്ച് ഡൈവേഴ്സ് പോയി നമുക്ക് വിമാനം വേണ്ട, നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഭിക്ഷാനം കഴിച്ച് മരത്തിന്റെ കൂട്ടിൽ ഇരുന്നാൽ അങ്ങനെയാണ് ഭാരതം നശിച്ചു. ഭിക്ഷാനം കഴിച്ച് ഇങ്ങനെ മരത്തിന്റെ കൂട്ടിൽ ഇരുന്നാൽ പോരെ. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ജോലിയും വേണ്ട, ഒന്നും വേണ്ട, കച്ചവടവും വേണ്ട, പുരോഗതി പോയി. അതോടുകൂടി ഡാൻസും വേണ്ട, പാട്ടും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ബാബ എന്താ പറഞ്ഞു, ഡാൻസും വേണം, പാട്ടും വേണം, വിമാനവും വേണം, എല്ലാം വേണം. പക്ഷെ എന്ത് വേണം, അടിസ്ഥാനമായിട്ട് എന്ത് വേണം? എല്ലാ ശിക്ഷ അടിസ്ഥാനമായിട്ട് എന്ത് വേണം? പച്ചക്കറി വേണം, പിന്നെ പഴം വേണം. അല്ല, അടിസ്ഥാനപരമായിട്ട് ആത്മീയത വേണം. അപ്പൊ ബാബ പറയാണ് ഇത് ഇത്ര ആന കാര്യമൊന്നുമില്ല. അവിടെയും വിമാനമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ വിമാനം ബാബ പറഞ്ഞു സൂപ്പർ വിമാനങ്ങളാണ് അവിടെ. അതായത് സയൻസ് റിഫൈൻഡ് ആണ്. ബാബ പറയും നമ്മൾ ഒരിക്കലും സയൻസിനെ റിജക്ട്, സയൻസിന്റെ തെറ്റായ കാര്യങ്ങളെ ബാബ റിജക്ട് ചെയ്യുന്നു. ബാബയ്ക്ക് രാഷ്ട്രീയക്കാരുടെ ഉണ്ട്. ബാബ പറഞ്ഞു അവിടെ രാഷ്ട്രം ഭരിക്കണം, നിങ്ങൾ രാജഋഷികളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇതൊക്കെ പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല, ഇതിനൊക്കെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. ഭാരതം പറയും പരാവിദ്യം വേണം, അപരാവിദ്യം വേണം.
ഭൗതിക വിദ്യയും വേണം, ആത്മീയ വിദ്യയും വേണം. എല്ലാ വിഷയങ്ങളും ഭാരതത്തിൽ പഠിപ്പിക്കുമായിരുന്നു. എല്ലാ വിഷയങ്ങളും, ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും. അപ്പൊ ബാബ അത് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാണ്. കുട്ടികളെ അവിടെയും വിമാനമൊക്കെ ഉണ്ടാവും. തും ജിത്തന നസ്തിക് ആത്തെ ജായെങ്കി തോ തുമക്കോ സബ് സാക്ഷാത്കാർ ഹോഗ. നമ്മൾ ഈ സത്യത്തിലേക്ക് അടുക്കും തോറും നമുക്ക് ഇതൊക്കെ സാക്ഷാത്കാരം വരും. ബിസ്ലി കി കാരിഗർ ആദി യഹ് സബ് ആക്കർ നോളജ് ലേങ്കി തോടി ബി നോളജ് ലീ തോ പ്രജാമയമായെങ്കിൽ. ഈ വൈദ്യുതി അതിനൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അപ്പൊ വൈദ്യുതി മന്ത്രിയൊന്നും വരാൻ വഴിയില്ല, പക്ഷെ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ വന്ന് കുറച്ച് ജ്ഞാനം എടുത്തിട്ട് ബാബർ പ്രജയായിട്ട് പൊക്കോളൂടെ. ഹൂണർ സാത്തിലെ ജാത്തെ അന്ത് മതി സ്വാഗതി ഹോ ജായി. ഈ കല അവരുടെ കൂടെ വരും. അന്ത് മതി സ്വാഗതിയാകും. തുമാരെ മാഫിക്ക് കർമാതീത അവസ്ഥക്കും നനഹിമ്പായി. പക്ഷെ അവര് വന്നിട്ട് കർമാതീത അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യില്ല. അവര് അവരുടെ കാര്യത്തിൽ തന്നെ പോകുമെങ്കിലും അവരിങ്ങനെ കുറെ അടുക്കും. ബ്രഹ്മമാരിസ് കൊള്ളാം, ഇടയ്ക്കൊക്കെ ഒന്ന് പോകും. അപ്പൊ ബാബ പറഞ്ഞ അവര് കർമാതീതം ആവില്ല, പക്ഷെ ഈ അറിവുമായിട്ട് അവർ അവിടേക്ക് വരും. ബാക്കി ആത്മാ ഹൂണർത്തോ ലേ ജായിക്കിന. ആത്മാവ് കലകളുമായിട്ട് വരും. ടെലിവിഷൻ ആദി पर दूर बैठ रहेंगे दिन प्रतिदिन മുസാഫിരി കർണ മുഷ്കിൽ ഹോ ജായേഗി. ബാബ പറയാണ് ഓരോ ദിവസം ചെല്ലും തോറും ഈ തീർത്ഥയാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ദൂരെ ഇരുന്ന് തന്നെ ടെലിവിഷനിൽ കൂടി ഇതൊക്കെ കാണാൻ പറ്റും. ദുനിയാമേ ക്യാ ക്യാ ഇൻവെൻഷൻ കർ ചീസേനേക്കാൾ. ലോകത്ത് എന്തെല്ലാമാണ് കണ്ടുപിടുത്തം അല്ലെ. നമ്മുടെ മൊബൈൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കൊണ്ടു തന്നു. ലോകത്ത് എവിടെ നടക്കുന്ന കാര്യം നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം. അതൊക്കെ സയൻസിന്റെ അത്ഭുതങ്ങളല്ലേ. പക്ഷെ ഇതൊക്കെ എവിടെ എഴുതി വെച്ചിരുന്നത്? ഇതൊക്കെ ഡ്രാമയിൽ ഫിക്സഡ് ആണ്, ആത്മാവിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്ഭുതപ്പെട്ടതൊക്കെ നല്ലതല്ലേ. ബാബറിന് എന്തെല്ലാം സാധനങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് മേ ബി ഇത്രയും മർത്തേ ഫ്ലഡ് ആദ്യം ബീഹിക്കോ. പക്ഷെ ഇതിനൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ അമേരിക്കയിൽ 6 തലസ്ഥാനത്ത് കാറ്റ്, നമ്മുടെ മാക്സിമം കാറ്റ് 180 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. അവിടെ 355 കിലോമീറ്ററിലെ കാറ്റ് വീശി. വളരെ വികസിത രാജ്യമാണെങ്കിലും ഒന്നിനും തടുക്കാൻ പറ്റാത്ത തവിട് പൊടിയാക്കിയിട്ടാ പോയില്ല സാധനം അല്ലെ. കുറെ പേര് മരിക്കുകയും ചെയ്തു. അത് സന്തോഷിക്കരുത് നമ്മൾ ഒരിക്കലും. അതൊക്കെ അതാണ് ബാബ പറയുന്നത്. ഇതൊന്നും തടുക്കാൻ പറ്റില്ല, സയൻസ് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ. ബാബ പറയുന്നു പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമാണ്, എത്ര പേരാ മരിക്കുന്നത്, വെള്ളപ്പൊക്കമൊക്കെ വരാണ്. സമുദ്രബി ഉജൽ ഗായക. സമുദ്രവും ബാബ പറയാണ് പൊങ്ങി വരും. സമുദ്രക്കൊബി സുഗായഹേന. സമുദ്രത്തേക്ക് നമ്മൾ കുറെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെയൊക്കെ കുറെ നഗരങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അഭി തും ബച്ചേ ജാനത്തെ ഹോ ഇസ് ദുനിയാമേ ക്യാ ക്യാ ഹേ ഫിർ നയി ദുനിയാമേ ക്യാ ക്യാ. കുട്ടികളായി നമുക്കറിയാം ഈ പഴയ ലോകത്ത് എന്തെല്ലാമാണ്, പുതിയ ലോകത്ത് എന്തെല്ലാമായിരിക്കും. സിർഫ് ഭാരത് ഖണ്ഡ് ഹി ഹോഗ. കേവലം ഭാരതഖണ്ഡം മാത്രമേ ഉണ്ടാകൂ. സ്വബി ഛോട്ട ഹോഗ. അത് ഇത്രയും വിശാലമായ ഭാരതമൊന്നും ഉണ്ടാവില്ല. അല്ല പഴവീടൊക്കെ ഉണ്ടാവും. ഇന്ദിരാമായിക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പഴവി പിന്നെ സതീശനും ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമാണ്. വിനാശം വരും. ബാബ പറഞ്ഞു ഭാരതത്തിൽ ഒരു തുണ്ടേ ഉണ്ടാവുള്ളൂ, യമുനാ തീരം. ബാക്കി സബ് ചലേ ജായെങ്കിൽ പരന്ധാമിൽ. ബാക്കി എല്ലാവരും ആത്മാക്കളല്ലേ. ബാബ പറഞ്ഞു പ്രകൃതി ശരീരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും, ആത്മാക്കളൊക്കെ ഞാൻ എടുത്തു. ബാക്കി ടൈം തന്നെ ഇനി എത്ര സമയം അവശേഷിക്കുന്നുണ്ട്? ഏത് കുച്ചുബി നഹി ഹോഗ. ബാബ പറഞ്ഞു കുട്ടികളെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. തും അപ്പനി രാജധാനി സ്ഥാപൻ കർ രഹേ ഹോ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിക്കുകയാണ്. തുമാരെ ലിയെ പുരാനി ദുനിയാക്കെ വിനാശിക്ക് പഹലെ സേ ഹി നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ ലോകത്തിന്റെ വിനാശം നമുക്ക് വേണ്ടിയിട്ട് നേരത്തെ ഡ്രാമയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ ലോകം പോയാലേ പുതിയ ലോകം വരും. പഴയ ലോകം പോകുമ്പോൾ ധാരാളം പേർക്ക് ഹൃദയവേദന ഉണ്ടാവും. ബാബ പറയണു അത് നടന്നേ മതിയാവും. ഈ സ്റ്റിച്ചി ദുനിയാമെന്തും ബാക്കി ധോടെ രോസവും. ഈ പഴയ വൃത്തികെട്ട ലോകത്തിൽ ഇനി കുറച്ചു ദിവസവും കൂടി താമസിച്ചാൽ മതി. അപ്പനി നയ്യ ദുനിയാമൻ ചലേ ജായെങ്കി. പിന്നെ നമ്മൾ നമ്മുടെ പുതിയ ലോകത്തിലേക്ക് പോകും. ഏത് സർവത്വം യാത് കർത്തേ രഹോത്വബി കുശിമേ രഹേൻ. ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ സന്തോഷമൊക്കെ വരും. തുമാരി ബുദ്ധി മേഹേ ഏഹ് സബ് ഖലാസ് പോരേക്ക. നമ്മുടെ ബുദ്ധിയിലുണ്ട് ഈ പഴയ ലോകമൊക്കെ നശിക്കാൻ പോകാം. ഏഹ് സബ് ഇതിനെ കണ്ട് രഹേങ്കിലഹിം. ഇത്രയും ഖണ്ഡങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രാചീന ഭാരത് ഖണ്ഡ് ഹി രഹേക. പഴയ ഭാരതം മാത്രം, പ്രാചീന ഭാരതം മാത്രം അവശേഷിച്ചുള്ളൂ. ബൽ ഗൃഹസ്ഥ വ്യവഹാരമേ രഹോ കാം ആദി കർത്തി രഹോ ബുദ്ധിമേ ബാബാക്ക് യാത് കരോ. ബാബ ഇതും പറഞ്ഞ് വീട് വിട്ട് ഓടിക്കളയൊന്നും വേണ്ട, വീട്ടിൽ തന്നെ കഴിയേ, ജോലിയും ചെയ്തു. പക്ഷെ ബുദ്ധിയിൽ ബാബയുടെയും ബാബ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം. തുംകോ യഹ് മനുഷ്യസേ ദേവതാ ബനനേക്കാ കോഴ്സ് ഉടാനൊക്കെ. മനുഷ്യരിൽ നിന്നും ദേവതയാകാനുള്ള ബാബയുടെ കോഴ്സ് നമ്മൾ എടുക്കണം. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ നൗകരി കർത്തെ ബാബുക്കോ ആ ചക്രക്കോ യാത് കരോ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്ന് ജോലികളെല്ലാം ചെയ്തുകൊണ്ട് ബാബ പറഞ്ഞു ബാബയെയും ചക്രത്തെയും നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ നമ്മൾ ആരാണ്? വെറും സാധാരണ അല്ലെ, വളരെ സാധാരണക്കാര് സാധാരണ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുക. ബാബ കഴിഞ്ഞ ഞായറാഴ്ച മുറിയിൽ പറഞ്ഞു 2 എക്സ്ട്രീം പറഞ്ഞു. യോഗയുക്തം, യുക്തിയുക്തം, സാക്ഷ്യസ്ഥിതി, സാരഥി സ്ഥിതി. പക്ഷെ വളരെ എക്സ്ട്രീം ആയിട്ട് 2 കാര്യം എന്താ പറഞ്ഞേ? പ്രഭാഷണവും പാത്രം കഴുകുന്നത് ഒരുപോലെ ആയി. അതുകൊണ്ട് അതൊന്നും മോശമെന്ന് വിചാരിക്കരുത്. ബാബ പറഞ്ഞു അതൊക്കെ യോഗയുക്ത യുക്തിയുക്ത സ്ഥിതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ മാർക്ക് കിട്ടും. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ എല്ലാം ചെയ്തുകൊണ്ടും ഇത് രണ്ടും ചെയ്തുകൊണ്ട് ബാബയും ചക്രത്തെ ഓർമ്മിച്ചാൽ മതി. ഏകാന്തമേ ബൈഡ്കർ വിചാർ സാഗർ മന്ദർ കരൂ. ഏകാന്തതയിൽ പോയി ജ്ഞാനമനനം ചെയ്യൂ.
കുതിർത്തി ആബ്ദായം ആയേഗി ജിസസെ സാരി ദുനിയ ഖതം ഹോ ജായേഗി. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും, ലോകം മുഴുവൻ നശിച്ചു പോകും. സത്യമേ ബഹുത് ഥോടെ മനുഷ്യരകത്തെ, സത്യത്തിൽ വളരെ കുറച്ച് മനുഷ്യരുണ്ടാവുള്ളൂ. വഹം കനാൽ സാധിബി ദർക്കാർ നഹി, അവിടെ ഈ കനാലൊന്നും ഉണ്ടാവില്ല. യഹം തോ കിതനെ കനാൽസ് പോലത്തെ, ഇവിടെയാണെങ്കിൽ കണ്ടമാനം കനാലുകൾ പണിയുന്നു, ആ കനാലും ഈ കനാലും കൂടി യോജിപ്പിക്കുന്നു, അതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷെ അവിടെ കനാലൊന്നും ഉണ്ടാവും. നദിയം തോ അനാദി, ഈ നദികളൊക്കെ എന്നും ഉണ്ടായിരിക്കും. സത്യമേം ജമുനാക്ക കണ്ട ഹോക, സത്യത്തിൽ യമുനാ തീരത്തായിരിക്കും. വഹം സബ് മീറ്റെ പാനിക്ക് ഊപ്പർ മഹൽ ഹോ, അവിടെ ആ മധുരമായ നദിയുടെ തീരത്തായിരിക്കും സത്യത്തിൽ നമ്മുടെ സ്വർണ്ണ കൊട്ടാരി. യമുനാ തീരത്തായിരിക്കും ആര്? ശ്രീകൃഷ്ണൻ. നമ്മൾ ഉണ്ടാവും അവിടെ? ഉണ്ടാവും അല്ലേ? പക്ഷെ ഈ വേഷത്തിലായിരിക്കില്ല. ഈ വേഷമായിട്ട് പോയ കൊള്ളാന്നുണ്ടല്ലേ? ഇല്ല. ഈ വേഷത്തിൽ എന്തുവാ? ഷുഗറും പ്രഷറും നരയും ചരയൊക്കെ അല്ലേ? ഇതിനോടുള്ള ആസക്തി വിടുന്നില്ല. ലൈലാകൃഷ്ണൻ എങ്ങനെയാ? ദേഹത്തിനോട് ആസക്തി ഉണ്ടോ? ദേഹം, സുന്ദരമായ ആഹാര പദാർത്ഥങ്ങൾ, ആരോഗ്യം വേണം, പക്ഷെ അമിതമായ ആരോഗ്യ ചിന്ത പാടില്ല. ബാബ പറയാണ് കുട്ടികളെ ആ മധുരമായി നദീതീരത്തുള്ള കൊട്ടാരങ്ങൾ താമസിക്കും. ബോംബെ ഹോഗി നഹീൻ, ബോംബെ ഉണ്ടാവില്ല. ബോംബെക്ക് പേര് മാറ്റി കളഞ്ഞു. എന്താ? മുംബൈ. കാര്യം എന്താ? മുംബൈ പോകും. ആദ്യം പോകുന്ന സാധനമാണ് ബോംബെ. അതുകൊണ്ട് അതിന് പേര് തന്നെ മാറ്റി കളഞ്ഞു, മുംബൈ. അത് ആദ്യം പോകാം. പിന്നെ കൊച്ചി, അതൊക്കെ പോകും. കൊച്ചിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി താമസിക്കാൻ പറയും. ഇനിക്കോ കൊയി നയി ബോംബെ ദോടേക്ക് കാക്കി പഴവീട് നമ്മുടെ അടുത്തേക്ക്. അവര് മരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അത് കണ്ടോ? എല്ലാം ഡ്രാമ അനുസരിച്ച് നടക്കും. നമുക്ക് എവിടെ പോകണമെന്നും ചിന്തിക്കേണ്ട കാര്യം. അതൊക്കെ ബാബ നോക്കി. ബാബ പറയാണ് കുട്ടികളെ, ഓരോ കുട്ടികളും മനസ്സിലാക്കിയപ്പോഴും നമ്മളിപ്പോൾ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നുകൂടി നരകമാകാൻ പോകാൻ. ഈ നരകം ഉണ്ടാവില്ല. രാവൺപുരി ഖതം ഹോ ജായേഗി, ഈ രാവണപുരി നശിക്കും. രാമപുരി സ്ഥാപനം ഹോ ജായേഗി, രാമപുരിയുടെ സ്ഥാപനം നടക്കും. തമോപ്രധാൻ വൃത്തി പർ ദേവതാവും പയർ സകെ, ഈ തമോപ്രധാന ലോകത്തിൽ ദേവതകളുടെ കാലുകുത്താൻ പറ്റത്തില്ല. जब चेंज होगी तब करेंगे, इसलिए ലക്ഷ്മി को जब बुलाते तो सफाई आदि करते. ഈ ലോകം പരിവർത്തനപ്പെട്ട് സമ്പൂർണ്ണ പവിത്രമാകുമ്പോഴേ ദേവതകൾ ഇവിടെ കാലുകുത്തുള്ളൂ. അതുകൊണ്ടാണ് ലക്ഷ്മിയെ വിളിക്കുന്ന ഭക്തിമാർഗത്തിലെ നാളുകളിൽ നമ്മൾ മൊത്തം ശുദ്ധമാക്കാറുണ്ട്. ലക്ഷ്മിക്ക് ആഹ്വാൻ കർത്തേ ഹേ ചിത്രരഹത്തെ, ലക്ഷ്മിയുടെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു, നമ്മൾ ചിത്രം വയ്ക്കുന്നു. പരന്തു ഉൻകെ ഓക്യുപ്പേഷൻ കാ കിസ്കോ പതാ നഹീ ഹേ, ഇസ്ലിയെ ഐഡൽ പ്രസ്തി കഹാ ജാതാ ഹൈ. എന്നാൽ ഈ ലക്ഷ്മിയുടെയൊക്കെ ജോലി എന്താ, അവരാരായിരുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കളിയാക്കുന്നത്. ഇവര് വിഗ്രഹാരാധകരാണ്. അവരുടെ ലക്ഷ്മിയുടെ ഉണ്ടായിരുന്നില്ലേ? വിഗ്രഹം എന്ന് വെച്ചാൽ വിശേഷേണ ഗ്രഹിക്കണം. ലക്ഷ്മിയുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് അതിന് കാര്യം മനസ്സിലാക്കും. അത്രയും പവിത്രത, അത്രയും സമ്പന്നത, അത്രയും വൃത്തി, ശുദ്ധി എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ബാബ പറയണു, ആളാരാണ് അറിയണ? കുറെ കല്ല് വെച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ എന്ത് പറയും? പത്തർക്കി മൂർത്തിക്കോ ഭഗവാൻ കഹതത്തെ, കല്ലിന്റെ മൂർത്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കല്ലിൽ ഭഗവാൻ ഇല്ല, മൂർത്തിയിലും ഭഗവാൻ ഇല്ല. പക്ഷെ അത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ട് ചെയ്തതാണ്. ഈ സബ് ബാത്തും കുത്തും വെച്ച് അഭിസമച്ചിട്ടേക്കും. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളായ നമുക്ക് ഇപ്പോൾ അറിയാം. പരമാത്മാ ഹി ബൈഡ് സമച്ചാതെ, ഇതെല്ലാം ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവം തന്നെ ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. ആത്മാക്കോ സമച്ചാന സഖ്യം, ഇതൊരു ജീവാത്മാവിനെ പഠിപ്പിക്കാൻ പറ്റില്ല. ആത്മാ കൈസെ അവർ ക്യാ പാട്ട് ബജാത്തി വഹ് തും അഭിസമച്ചാ സക്തേ ഹോ, ആത്മാവ് എന്താണ്, ആത്മാവ് എങ്ങനെ പാട്ട് അഭിനയിക്കുന്നു, അതെല്ലാം ഇപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാബ ആക്കർ റിയലൈസ് കരാത്തെ ആത്മാ ക്യാ ചീസുകെ, ബാബ വന്ന് റിയലൈസേഷൻ നൽകാണ്. ഈ ആത്മാവ് എന്ത് സാധനമാണ്. മനുഷ്യത്തോ ന ആത്മാക്കോ ന പരമാത്മാക്കോ ജാനത്തെ, മനുഷ്യർക്ക് ആത്മാവിനെയും അറിയാൻ പാടില്ല, പരമാത്മാവിനെ അറിയാൻ പാടില്ല. തോ ഉൻകോ ക്യാ കഹേങ്കെ, പിന്നെ അവരപ്പ എന്ത് പറയും? മനുഷ്യ ഹോത്തെ ഹുയെ ചലൻ ജൈസെ ജാൻവർ വിസൻ, മനുഷ്യരാണെങ്കിലും പെരുമാറ്റം മൃഗങ്ങളെ പോലെയാണ്. അഭി തുംകോ ജ്ഞാൻ മിലാഹി, ഇപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടി. സിഡി പർ കിസ്കോ സമझाना ബഡാ സഹജ്, ആ ഏണിപ്പടിയുടെ ചിത്രത്തിൽ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. സോബി അട്ടി സമझाना ചാഹി, ബാബ പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഹം ഭാരതവാസി ജോ ദേവി ദേവതാ ധർമ്മ വാലേ ദേ വഹ് കൈസെ സ്ഥാപന സദോ പ്രധാൻ ബനെ ഫിർ സദോ രജോ തമോമിമായി, ഭാരതവാസികളായി നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിൽപ്പെട്ടവർ സദോ പ്രധാനമായി എങ്ങനെ പിന്നെ നമ്മളെ രജോയിലേക്കും തമോയിലേക്കും വന്നു? ഏക സബ് ബാത്തേം ധാരണ കർണി ഹോത്തി ഹേ തബി വിചാർ സാഗർ മന്ഥൻ ഹോഗ, ഇതെല്ലാം നമ്മൾ ധാരണ ചെയ്യുമ്പോഴാണ് നമുക്ക് വിചാരസാഗര മഥനം ചെയ്യാൻ സാധിക്കുന്നത്. ധാരണ ഹി നഹി ഹോഗി തോ വിചാർ സാഗർ മന്ഥൻ ഹോ സകെ, അത് തലേ കയറിയില്ലേ പിന്നെ എന്ത് വിചാരസാഗര മഥനം ചെയ്യാൻ? സുന അവർ ധന്ദേമയം ലഘുജാതി, ഇതെല്ലാം കേട്ടു, ആ ഏണിപ്പടി താഴേക്ക് ഇറങ്ങി, അത് ശരി, നമ്മൾ നമ്മുടെ പണി പേരെങ്കിലും താഴേക്കോ മുകളിലേക്കോ പോയിക്കൊണ്ടിരുന്ന വിചാർ സാഗർ മന്ഥൻ കറണേക്ക ടൈം മഹി, പിന്നെ വിചാരസാഗര മഥനം ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നഹി തോ തും ബച്ചോം കോ റോസ് പഠന ഹെ ഔർ ഉസ് പർ വിചാർ സാഗർ മന്ഥൻ കർ, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിവസേന ബാബയുടെ പഠിത്തം പഠിക്കുകയും ദിവസേന കുറച്ചു നേരം മാറി വിചാരസാഗരം മഥനം ചെയ്യണം. മുരളി തോ കഹാം ബി മിൽ സക്തി, മുരളി എവിടെയും കിട്ടും.
विशाल बुद्धि होने से पॉइंट को समझ लेते വിശാല ബുദ്ധികളാകുമ്പോൾ പോയിന്റ് എല്ലാം മനസ്സിലാകും ബാബ रोज समझाते ബാബ ദിവസവും പഠിപ്പിക്കുകയാണ് किसको समझाने के लिए पॉइंट्स तो बहुत है ബാബ പറയുന്നതിൽ നിന്നും ധാരാളം പോയിന്റുകൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തരുന്നുണ്ട് ഗംഗാ പർബി തും ജാക്കർ സമझा सकते हो ഗംഗാ തീരത്ത് പോയിട്ട് പഠിപ്പിക്കാൻ പറ്റും സർവ്വകാ സദ്ഗതി ദാദാ ബാബ ഹേ യാ പാനി കെ ഗംഗ ആളുകളോട് ചോദിക്കണം സർവരുടെയും സദ്ഗതി ദാതാവ് ഗംഗാ നദിയാണോ അതോ ഭഗവാനാണോ തും ക്യോം മുഫ്ത് മേ പൈസ ബർബാദ് കർത്തെ എന്തിനാണ് ഈ പൈസ കൊണ്ട് നശിപ്പിക്കുന്നത് गंगയിൽ കറങ്ങാൻ പോയി അവിടെ കുറെ പൈസ കിട്ടും അഗർ ഗംഗാ സ്നാൻ സേ പാവൻ ബൻ സക്തെ തോ ഗംഗാ പർ ബൈഠ് ജാവോ അഥവാ ഗംഗാ സ്നാനത്തിൽ കൂടെ പാവനമാകാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ ഇരിക്കെ ബാഹർ നികൽത്തെ ഹി തോ എന്തിനാ വെള്ളത്തിന് പുറത്തേക്ക് വരുന്നത് ബാബത്തോ കഹത്തെ ശ്വാസോശ്വാസ് മുച്ചയാണ് പക്ഷെ ബാബ എപ്പോഴും എന്താ പറയുന്നത് ശ്വാസോശ്വാസങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുക അതായത് ബാബയുടെ സ്മൃതിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടങ്ങാണ്ട് നമ്മൾ അതിൽ മുങ്ങിക്കിടക്കണം യഹി യോഗ അഗ്നി അർത്ഥാത് യാദ് ഇതാണ് യോഗ അഗ്നി യോഗം എന്ന് പറഞ്ഞാൽ ഓർമ്മ समझानी तो बहुत है അറിവ് ധാരാളമുണ്ട് परंतु कोई सदो प्रधान बुद्धि है तो छट समझ जाते हैं कोई रजो कोई तमो बुद्धि भी है എന്നാൽ സദോ പ്രധാന ബുദ്ധികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ചിലര് രജോ ബുദ്ധികളാണ് ചിലര് തമോ ബുദ്ധികളാണ് യഹം ക്ലാസ് മേ നമ്പർ 1 नहीं बढ़ाया जाता ഇവിടെ ബാബ പറഞ്ഞ ബുദ്ധിക്ക് അനുസരിച്ചൊന്നും അല്ലെ പഠിത്തത്തിനനുസരിച്ചൊന്നും കുട്ടികളെ ഇരുത്താൻ പറ്റത്തില്ല नहीं तो हार्ट फेल हो जाए സ്കൂളിലൊക്കെ അങ്ങനെയാണ് അല്ലെ പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ടിലും പഠിക്കാത്ത കുട്ടികൾ പറയില്ലായിരിക്കും ഇവിടെ അങ്ങനെ ഇരുത്തിട്ടുണ്ടെങ്കിൽ ബാബ പറഞ്ഞു അവർക്ക് നിരാശ ബാധിക്കും ഡ്രാമ പ്ലാൻ അനുസാർ കിങ്ഡം പൂരി സ്ഥാപനം हो रही ഡ്രാമ അനുസരിച്ച് ആ രാജ്യത്തിലേക്കുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് സ്ഥാപനം फिर सत्यों में दौड़े ही बाबा पढ़ाएगा സത്യത്തിലൊന്നും ദൈവം പഠിപ്പിക്കില്ല बाबा की पढ़ाई का एक ही समय है फिर भक्ति मार्ग में झूठी बातें बनाते हैं ബാബ പഠിപ്പിക്കുന്നത് ഒരേ ഒരു സമയത്താണ് പിന്നെ ഭക്തി മാർഗത്തിൽ ബാബ പറയുന്നത് ഇത് കലർപ്പോട് കൂടി വരികയും രാത്രിയിൽ എഴുതിയില്ല കുറച്ച് കലർപ്പൊന്നും ടോർച്ചൊന്നും ഇല്ലായിരുന്നു രാത്രിയിൽ എഴുതുക ബുദ്ധി രാത്രിയിലേക്ക് കടന്ന സമയത്താണ് ഒരു वंडर तो यही है जो पूरे 84 जन्म लेते हैं അത്ഭുതം ഇതാണ് പൂർണ്ണമായും 84 ജന്മം എടുത്ത ആള് ഉൻകാ നാം ഗീത പർ ഡാൽ ദിയ ആ ആളുടെ പേര് ഗീതയിൽ എഴുതി വെച്ചു और जो पुनर्जन्म रहित है उनका नाम गुम कर दिया ആരാണോ പുനർജന്മ രഹിതൻ ആ ആളുടെ പേര് മാച്ചു കളഞ്ഞു അതായത് ശിവന്റെ പേര് മാച്ചിട്ട് അച്ഛന്റെ പേര് മാച്ചിട്ട് പുത്രന്റെ പേര് ഗീതയിൽ വന്നു तो 100% है ना അപ്പോൾ 100% തെറ്റായി बच्चों को बहुत का कल्याण करना ഈ ജ്ഞാനം എന്തിനു വേണ്ടിയാണ് അനേകരുടെ മംഗളത്തിന് വേണ്ടി അല്ലെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും തർക്കാൻ ഉപയോഗിക്കും പറഞ്ഞ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വരും പക്ഷെ തർക്കത്തിന് വേണ്ടി ഉപയോഗിക്കും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും തുമാരാ സബുക്ക് ജഹി ഗുപ്ത് നമ്മൾ ചെയ്യുന്ന സേവനവും നമ്മളും അവരുടെ ഗുപ്തമാണ് യഹം തും ബ്രഹ്മകുമാർ കുമാരിയം അപ്പനെ ലിയെ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപനം കറയോ പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് തന്നെ അല്ലെ നമ്മുടെ തന്നെ നന്മയ്ക്കായിട്ട് നമുക്ക് സമ്പാദ്യമായി മാറും यह भी किसकी बुद्धि में नहीं आएगा ഇതൊന്നും ആരുടെയും ബുദ്ധിയിലൊന്നും പെട്ടെന്ന് വരില്ല തുമാരേമേ भी भूल जाते तो दूसरे फिर क्या जाने അവർ ദിവസം വെറുതെ കേൾക്കുന്നത് നമ്മൾ തന്നെ മറന്നു അവർ നിങ്ങൾ തന്നെ മറക്കാണ് പിന്നെ നാട്ടുകാരുടെ കാര്യം എന്ത് പറയാനാണ് തും യഹ്നഹിം ഭൂലോ തോ സദൈവ ഖുശി മേ രഹോ ഇതൊന്നും മറന്നില്ലെങ്കിൽ നമുക്ക് സദാ സന്തോഷമായി ജീവിക്കാൻ പറ്റും ഭൂലിനെ സേ ഹി ഗുഡ്കാ ഗാത്തെ ഹോ ഇതെല്ലാം മറക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുന്നത് അച്ഛാ മീട്ടെ മീട്ടെ सिकिल दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग रूहानी बाप की रूहानी बच्चों को नमस्ते रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते धारणेക്കുള്ള പ്രധാന കാര്യങ്ങൾ हट्टी सुख का अनुभव करने के लिए बाप जो पढ़ाते उससे बुद्धि में धारण कर ആ അട്ടി പറഞ്ഞാൽ സ്ഥായിയായ സുഖത്തിന് അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് ബുദ്ധിയിൽ ധാരണ ചെയ്യണം വിചാർ സാഗർ മന്ഥൻ കർമ്മം അതിനെ കുറിച്ച് നമ്മൾ മനനം ചെയ്യും ഈ പോയിന്റുകൾ നമ്മൾ മനനം ചെയ്യും നമുക്കെല്ലാം മൊത്തമായിട്ട് അറിയാമെങ്കിൽ ഇതിന് ആഴത്തിൽ ധാരാളം പോയിന്റുകൾ കിടക്കും അതൊക്കെ നമ്മളൊന്ന് മനനം ചെയ്യും ഈ ഖബർസ്ഥാൻ കോ ദേഖ്തേ ഭി നഹീ ദേഖന ഈ ചോടല ഈ ലോകം നമ്മൾ എന്താണ് ചോടല ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ മക്കള് പേരക്കുട്ടികളൊക്കെ ആരാണ് അത് ചോടലവാസി ദേഹബോധത്തിൽ ഇരിക്കുന്നവര് ക്രിസ്തു പോകുന്ന വഴിക്ക് മത്തായി കണ്ടു വാടാ എന്റെ കൂടെ മരിച്ചിരിക്കും ഞാൻ അതിനെ ദഹിപ്പിച്ചിട്ട് വരാം ദഹിപ്പിച്ച് 16 അടിയന്തരം കഴിഞ്ഞിട്ട് വരാം അപ്പൊ ക്രിസ്തു പറഞ്ഞു എടാ മരിച്ചവരെ ദഹിപ്പിക്കും എന്റെ കൂടെ വാ മരിച്ചവരെ ദഹിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവര് ദേഹബോധത്തിൽ കിടക്കണം ദേഹബോധത്തിൽ കിടക്കുന്നവര് ദേഹത്തെ ദഹിപ്പിക്കട്ടെ നീ എന്റെ കൂടെ വാ അല്ലെ അതാണ് പോയിന്റ് അപ്പൊ ബാബ എന്താ പറയാ ഞങ്ങൾക്ക് മരിച്ചു കിടക്കാണ് നിങ്ങൾ എന്റെ കൂടെ വാ ഈ ബന്ധുക്കളൊക്കെ മരിച്ചു കിടക്കണം തോന്നലുണ്ടോ ബോഡി കോൺഷ്യസിൽ ദേഹബോധത്തിൽ ജീവിക്കുന്നവരൊക്കെ ശവമല്ലേ ശവബോധത്തിലല്ലേ ജീവിക്കുന്നത് ചുടലയിൽ ശവമല്ലേ ഇരിക്കുന്നത് അല്ലേ
ലൈല സിസ്റ്റർ മുഹമ്മദ് അല്ലാണ്ട് ഇതിനൊക്കെ പറയാം. ഇന്നിങ്ങനെയൊന്നും പറയുന്നില്ല. ബാബ പറയുന്ന കുട്ടികളെ ഈ ചുടല കാണരുത്, ഈ ചുടലേക്ക് നോക്കരുത്. ഹിയർ നോ ഈവിൾ, ഹിയർ നോ സീ വേൾഡ്. ഈ പുരാണത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിനോ ഈ കെട്ടുകഥകളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. ഈ ദുനിയ ഇതൊന്നും പുറത്തു പോയി നേരെ പറയേണ്ട കാര്യങ്ങളല്ല. നമുക്ക് ഉള്ളിലേക്ക് ഇത് ചെല്ലാൻ വേണ്ടി ബാബ ശക്തമായ ഭാഷ ഉപയോഗിക്കും. പുറത്ത് നമ്മൾ ഇത്തിരി മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ആളും തരം നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. സത്യം പറയണം, പക്ഷെ വേറെ യുക്തിയോടുകൂടി പറയാം. നയി ദുനിയാക്ക് ലായക്ക് ബനനാ, പുതിയ ലോകത്തിന് നമ്മൾ യോഗ്യരായിട്ട് വരണം. ഇന്നത്തെ വരദാനം कंबाइंड रूप की सेवा द्वारा आत्मावों को समीप संबंध में लाने वाले कंबाइंड रूपधारी. കമ്പൈൻഡ് രൂപത്തിന്റെ സേവനത്തിലൂടെ ആത്മാക്കളെ സമീപ സംബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്പൈൻഡ് രൂപധാരിയായി. കമ്പൈൻഡ് രൂപത്തിന്റെ സേവനത്തിലൂടെ ആത്മാക്കളെ സമീപ സംബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കൂ. ഇന്നലെ ബാബ എന്ത് പറഞ്ഞു വരദാനത്തിൽ? ലൈലാസിഷാണെങ്കിൽ കിച്ചണില് സൈലന്റ് ആയിട്ട് മനനം തന്നെ മനനം. ഇന്നലെ വരദാനത്തിൽ ബാബ എന്ത് പറഞ്ഞു? മായ മൂർച്ഛിതമാകും അല്ലെ? ബാബയെ കൂട്ടുവയ്ക്കുകയാണെങ്കിൽ ബാബയുടെ കൂട്ടുകെട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ അപ്പൊ അതിനുവേണ്ടി ബാബ ഒരു വാക്ക് ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. ആ വാക്കെന്താ? ബാബയുടെ കുട്ടിയായപ്പോ ഒരു വാക്ക് പറഞ്ഞു, നിന്റെ കൂടെ ഇരുന്ന് കഴിക്കും അല്ലെ, ഡൈനിങ് ടേബിളിൽ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് കഴിക്കും, ബാബ അപ്പുറത്തെ അടുക്കളയിൽ വല്ലയിടത്ത് ഇരുന്നോളണം, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ഏരിയയിൽ ഇരിക്കണം. അങ്ങനെയാണോ പറഞ്ഞത്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ബാബ വർക്ക് ഏരിയയിൽ ഇരിക്കണം, ഞാൻ വേറെ ആരെങ്കിലും കൂടി ഇരുന്ന് കഴിക്കും, സംസാരിച്ചുകൊണ്ടേ കഴിക്കും. അങ്ങനെയാണ് വാക്ക് പറഞ്ഞത്. ബാബയുടെ കൂടെ ഇരുന്ന് കഴിക്കും, ബാബയുടെ കൂടെ നടക്കും, ബാബയുടെ കൂടെ ജോലി ചെയ്യും, ബാബയുടെ കൂടെ സംസാരിക്കും അല്ലെ? ബാബയുടെ എന്ത് ചെയ്യുമ്പോഴും ശബ്ദത്തിന് അപ്പുറത്ത് പോയിരിക്കണം. അപ്പൊ ബാബ പറയാണ്, കമ്പൈൻഡ് രൂപത്തിന്റെ സേവനത്തിലൂടെ ആത്മാക്കളെ സമീപ സംബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്പൈൻഡ് രൂപധാരിയായിരുന്നു. കേവലം ശബ്ദത്തിലൂടെ സേവ ചെയ്യുമ്പോൾ പ്രജകൾ ഉണ്ടാകും. എന്നാൽ ശബ്ദത്തിനുപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ശബ്ദത്തിലേക്ക് വരുമ്പോൾ, അവ്യക്ത സ്ഥിതിയിൽ ബാബ പറഞ്ഞു വന്നിട്ട് ശബ്ദത്തിലേക്ക് വരുമ്പോൾ ഈ കമ്പൈൻഡ് രൂപത്തിന്റെ സേവനത്തിലൂടെ അവകാശി ജനിക്കും. എൻ്റെ ഒരു പോയിന്റ്. നമ്മൾ ഈ വാക്കുകളിൽ കൂടെ മാത്രം ജ്ഞാനം കൊടുക്കുമ്പോൾ ബാബ പറഞ്ഞ അവർക്കൊരു പ്രഭാവം ഉണ്ടാവും, അവർ ബാബയുടെ പ്രജകളായി മാറും. അതേസമയം അവ്യക്ത സ്ഥിതിയിൽ ശബ്ദത്തിനുപരിയായ സ്ഥിതിയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ജ്ഞാനം കൊടുക്കുമ്പോൾ ബാബ പറഞ്ഞു അവർക്കത് ശരിക്കും ടച്ച് ചെയ്യും, അവർ അവകാശിയാകും. എന്നിട്ട് ബാബ ഒരു പോയിന്റ് പറയാണ്, ശബ്ദത്തിൽ പ്രഭാവിതമാകുന്ന ആത്മാക്കൾ അനേക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആവാഗമന ചക്രത്തിൽ വരും. എന്നാൽ കമ്പൈൻഡ് രൂപധാരിയായി മാറി കമ്പൈൻഡ് രൂപത്തിൽ സേവനം ചെയ്യുമ്പോൾ അവരിൽ ഒരു രൂപത്തിന്റെയും പ്രഭാവം ഉണ്ടാവില്ല. അതായത് ശബ്ദത്തിലൂടെ നമ്മൾ പ്രഭാവിതമായി അപ്പൊ അവര് ഇതാണ് ശരി. പക്ഷെ അപ്പുറത്ത് നിന്നപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗുകാരുടെ ഒരു ക്ലാസ് ഇതും ശരിയാണ്, അതിലേക്കും പോയി. അപ്പുറത്ത് നിന്നപ്പോൾ ലൗകികത്തിലെ ചില കാര്യങ്ങൾ പ്രഭാവിതമായി. പിന്നെ ഇത്തിരി ഇറച്ചി മീനൊന്നും കഴിച്ചു കുഴപ്പമില്ല, മീനൊക്കെ കൂട്ടാം, ആരോഗ്യത്തിന് ഡോക്ടർ പറഞ്ഞു കൂട്ടാം, അപ്പൊ അങ്ങോട്ട് പോയി. അപ്പൊ ബാബ പറഞ്ഞു ശബ്ദത്തിൽ പ്രഭാവിതമാകവര് പല പല ശബ്ദത്തിന്റെ പിറകും, പക്ഷെ ശബ്ദത്തിന് അപ്പുറത്ത് നിന്ന് ബാബയിൽ പ്രഭാവിതമാകുന്നവര് ബാബ പറഞ്ഞു അവർ അവകാശി ക്വാളിറ്റി ആയിട്ട് ബാബയുടെ കൂട്ടിയിട്ട്. അപ്പൊ നമ്മളുടെ സേവാധാരികളുടെ ക്വാളിറ്റി ബാബ പറയാണ് കമ്പൈൻഡ് സ്വരൂപത്തിൽ സേവ ചെയ്യും. സ്ലോഗൻ സാധനമേ ബേഹത്തൊക്കെ വൈരാഗ്യവൃത്തിക്ക് സാധന മർജ് ഒനെ നദോ. സാധനങ്ങളിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ സാധന അത് അപ്രത്യക്ഷമാകും, ഇല്ലാതാകുക. ബാബ എപ്പോഴും പറയും കർമ്മയോഗത്തിന്റെ ഫലമായി, നമ്മുടെ തപസ്സിന്റെ ഫലമായി ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കും. വീടുകളിലും സെന്ററുകളിലൊക്കെ സാധനങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ട് ബാബ പറഞ്ഞു അതിന് പിടിപെട്ടു പോയേക്കരുത്. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി മാഞ്ഞു പോകരുത്. സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കും. സയൻസ് റിഫൈൻഡ് സാധനം കൊണ്ടുവരുമ്പോൾ റിഫൈൻഡ് സാധനം ഉപയോഗിക്കണം, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞ പ്രഭാവത്തിലേക്ക് നമ്മൾ പോകരുത്, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി പോകരുത്. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ഇപ്പോൾ സത്യമായ സത്സംഗത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ സത്യഖണ്ഡത്തിലേക്ക് പോകാൻ സത്യമായ മാർഗം സത്യമായ ബാബ പറഞ്ഞു തരിക. ഏത് നിശ്ചയത്തിന്റെ ആധാരത്തിൽ പാവനമാകാനുള്ള ശക്തി വരും. ഈ മൃത്യുലോകത്തിൽ നമ്മുടെ അവസാന ജന്മമാണ്. ഈ പതിത ലോകത്തിന്റെ വിനാശം നടക്കും. ബാബയുടെ ശ്രീമത്തിലൂടെ പാവനമായാൽ പാവന ലോകത്തിന്റെ അധികാരിയാകും. ഈ കാര്യങ്ങളിൽ നിശ്ചയം വരുമ്പോൾ ബാബ പറയണു പാവനമാകാനുള്ള ശക്തി നമുക്ക് വരും. പിന്നെ ബാബ പറഞ്ഞ പ്രധാന പോയിന്റ് എന്താണ്? ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ആ ഭക്തിമാർഗത്തിലെ വേദശാസ്ത്രങ്ങളിൽ കൂടി നമ്മൾ താഴേക്ക് വന്നിട്ടുള്ളൂ. ആ ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരും സത്സംഗങ്ങളിൽ കൂടി നമ്മൾ പോയെങ്കിലും അതെല്ലാം നമ്മൾ താഴേക്കാണ് കൊണ്ടുവന്നത്.
ഈ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ബാബ പറയാണ് ഇപ്പോൾ സത്യമായ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ ഗുപ്തമാണ്. അതായത് ബാഹ്യലോകത്തിലെ യാതൊരു ജാടയും ഭക്തിമാർഗത്തിലെ യാതൊരു ഭംഗികളും ഉണ്ടാവില്ല. അപ്പൊ ബാബ പറയണു അത് ഗുപ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ആരാണ്? ഇത് സ്വയം സർവജ്ഞനായ ഈശ്വരൻ, സത്യമായ ഈശ്വരൻ പഠിപ്പിക്കുകയാണ്. ഈശ്വരൻ സത്യമേ പറയൂ. അതുകൊണ്ട് ഈശ്വരൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം 5000 വർഷം എന്ത് കാര്യമായിട്ട് അത് സത്യമാണ്. അതിലൂടെ സത്യത്തിന്റെ സ്ഥാപനം നടക്കും. ബാബ പറഞ്ഞു ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അസത്യമാർഗത്തിൽ നമ്മൾ പിന്തുടരും. ഈ ലോകം ബാബ പറഞ്ഞു അസത്യമേ അസത്യം, സത്യത്തിന്റെ തരി പോലുമില്ല. പ്രത്യേകിച്ചും ഭഗവാന്റെ കാര്യത്തിൽ എല്ലാവരും സർവ്വവ്യാപി എന്ന് പറയുന്നു. ബാബ എന്താ പറഞ്ഞ? ഞാൻ സർവ്വവ്യാപി അല്ല, ഞാനിങ്ങനെ സർവ്വവ്യാപി. പിന്നെ ഗീതയുടെ കാര്യത്തിൽ ബാബ പറഞ്ഞു ഞാനാണ് ഗീതാജ്ഞാനം നൽകിയത്, പക്ഷെ 84 ജന്മങ്ങൾ എടുത്ത പുത്രനെ അവിടെ കൊണ്ടിട്ടിട്ട് ജന്മങ്ങൾ എടുക്കാത്ത പുനർജന്മരഹിതനായ എന്നെ അതിൽ നിന്ന് പുറത്താണ്. അപ്പൊ ബാബ പറഞ്ഞു ഒക്കെ അസത്യമായി പോയി, ബേസ് അസത്യമായി പോയില്ലേ, അതുകൊണ്ട് അതിൽ പണിതുയർന്ന കെട്ടിടങ്ങളെല്ലാം അസത്യമാണ്. അപ്പൊ ബാബ പറയണം ഈ അസത്യത്തിന്റെ ലോകത്തിൽ ബാബ വരുമ്പോൾ സത്യം ജയിക്കണം. സത്യം ജയിക്കാൻ ഇതൊരു പാടുണ്ട്. ബാബ പറയണം കുട്ടികൾ അത് നന്നായിട്ട് മനനം ചെയ്യുക, ദിവസവും പഠിക്കുക, എന്നിട്ട് അത് നല്ല ഒച്ചത്തിൽ ഹട്ടി നല്ല രീതിയിൽ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുക, ധാരണ ചെയ്യിപ്പിക്കുക. അപ്പോൾ ബാബ പറയുന്നത് പതുക്കെ ലോകം കൊടുക്കും. എന്താണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്? ബാബ പറയുന്നു ഈ പഴയ ലോകം ശ്മശാനമാണ്, ചുടലയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളും. ഇത് പോയി കിടക്കാണ്, പ്രകൃതി ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ബാബ പറഞ്ഞു ഇതിൽ കൂടി പഴയ ലോകം പോകും, പുതിയ ലോകം വരും. ബാബ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം ഈ ഡ്രാമയിൽ ഉണ്ട്, ഡ്രാമയിൽ അതുണ്ട്. അവരുടെ ഡ്രാമയിൽ വിശ്വസിക്കുക, അപ്പോൾ പുതിയ ലോകം വരും, പഴയ ലോകം പോകും. ഈ ലോകത്തെ എങ്ങനെ കാണാൻ ബാബ പറഞ്ഞു ചുടലയായിട്ട് കാണണം, ശ്മശാനമായിട്ട് ഇതിനെ കാണണം. അതായത് ഇതിനോട് അത്രയും നമുക്ക് വൈരാഗ്യമുണ്ട്. അതിനെ പറഞ്ഞു കണ്ണും കാണാതിരിക്കണം, നോക്ക് പോലും ചെയ്യാൻ പാടില്ല. മറ്റു പുസ്തകങ്ങൾ, മറ്ററിവുകൾ ബാബ പറഞ്ഞു അത് ബാബ ഒരു അസത്യമായ അറിവുകളാണ്, അതങ്ങ് മാറ്റിവെച്ച്, അത് നമുക്കിനി ആവശ്യമില്ല. ഹിയർ നോ ഈവിൾസ് യു നോ ഈവിൾ അല്ലെ, ആ രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. പവിത്രമായി ജീവിക്കാൻ ബാബ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കണം, കർമ്മങ്ങളെല്ലാം ചെയ്യണം, കടമകളെല്ലാം ചെയ്യണം. പക്ഷേ ബാബ പറഞ്ഞു ഈ ഒരു സമയം ഇപ്പോൾ മാത്രമേ ബാബ പഠിപ്പിക്കുള്ളൂ, ഇനി വളരെ കുറച്ച് സമയം അവശേഷിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നായി പഠിക്കുകയും പവിത്രമായി ജീവിക്കുക, കർമാതീത അവസ്ഥയിലേക്ക് നമ്മൾ പോവുക തന്നെ നമ്മൾ ചെയ്യണം. ശരിയായ സുഖത്തിന് അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ബാബ ബുദ്ധിയിൽ ജ്ഞാനം ധാരണ ചെയ്ത് നമ്മൾ വിചാരസാഗര മഥനം നമ്മൾ ചെയ്യണം. പുതിയ ലോകത്തിലേക്ക് പോകാൻ നമ്മൾ സ്വയം നമ്മൾ യോഗ്യരായിട്ട് മാറണം. സ്വയം നമ്മൾ തീരുമാനിക്കണം ബാബ പറയുന്നതാണ് സത്യം, അത് അവർ പറയുന്നതാണ് സത്യം. ഏതാണ്? അതാണ് നമുക്ക് തോന്നി എങ്കിൽ സത്യം എന്താണ് അതിലേക്ക് പോകണം. ഇതാണ് സത്യം എന്ന് തോന്നി എങ്കിൽ ഇതിലേക്ക് വരും അല്ലെ. സത്യം നമുക്ക് ഏതാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഗീതയുടെ അവസാനം എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനിക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ ബാബ പറഞ്ഞു ഞാൻ സത്യമേ പറയൂ, ഞാൻ സർവ്വവ്യാപിയല്ല, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ വരദാനത്തിൽ എന്താ ബാബ പറഞ്ഞത്? കമ്പൈൻ രൂപത്തിൽ, അതായത് സൈലൻസിൽ ലോകത്തിൽ ഇരുന്നിട്ട് നമ്മൾ ശബ്ദത്തിലേക്ക് വരാണെങ്കിൽ അതിന്റെ പ്രഭാവം കേൾക്കുന്നവരിലെ ഉണ്ടാകും. സാധനങ്ങൾ വരുമ്പോൾ ബാബ പറയാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി, ബാബ നൽകുന്ന ജ്ഞാനം, പോകേണ്ട സമയമായെന്ന വിചാരം, പരിധിയില്ലാത്ത ബാബ, ഇതിനെല്ലാം മറന്നുപോയി സാധനങ്ങൾ വരും. സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ മറക്കാൻ പാടില്ല. ഓം ശാന്തി. നമുക്ക് ബാബയെ ഓർമ്മ